പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരുത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ. ദൈവികമായ അനുഗ്രഹങ്ങളുടെ നടുവിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ശക്തിയുള്ള ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. അവൻ്റെ ശക്തിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവൻ്റെ ശക്തി സ്വീകരിക്കുവാനും അവൻ്റെ കൃപകളുടെ തണലിൽ ആയിരിക്കുവാനും അപൂർവമായി ലഭിക്കുന്ന ഒരവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരുപാട് പേര് ദൈവത്തിൻ്റെ സ്വന്തമെന്ന് വിളിക്കപ്പെടുന്നുവെങ്കിലും എല്ലാവരും ഒന്നും അവൻ്റെ പക്കലായിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ഒന്നും അവൻ്റെ പക്കലായിരിക്കുന്നതിൻ്റെ മാധുര്യവും ശക്തിയും ഒന്നും തിരിച്ചറിയാറില്ല. ഇന്ന് എത്ര തിരിയിട്ട് തെളിച്ച വിളക്കിനേക്കാൾ ശോഭയേറിയ എൻ്റെ ദൈവം എൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ മുമ്പിൽ കരങ്ങൾ കൂപ്പി മുട്ടുകുത്തി ആയിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങാം. അവൻ്റെ കൃപയുടെ തണലിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ എല്ലാ നിരാശകളിലും എൻ്റെ ജീവിതത്തിലെ എല്ലാ ഒറ്റപ്പെടലിൻ്റെ സമയങ്ങളിലേക്കും ഇറങ്ങി വരണം ദൈവം നമുക്ക് പ്രാർത്ഥിക്കാം. അവനാണ് എന്നെ കരുതുന്നവൻ, എന്നെ താങ്ങുന്നവനാണ് അവൻ, എന്നെ ചേർത്ത് നിർത്തുകയും എന്നെ കരുതലോടുകൂടിയും പരിപാലിക്കുകയും ചെയ്യുന്നവനാണ്. ആ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നടുവിൽ പൂർണ്ണ ശോഭന മാറത്തു പൊൻകച്ച അണിഞ്ഞും കാണും യേശുവേ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻകച്ച അണിഞ്ഞും കാണും യേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ദൈവത്തിന്റെ രൂപവും ഭാവവും സ്വീകരിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. അവന്റെ രൂപം എന്നിൽ നിറഞ്ഞു നിൽക്കണം. എൻ്റെ ദൈവത്തിന്റെ രൂപം സ്നേഹമാണ്. ആ സ്നേഹമാണ് എൻ്റെ വാക്കുകളിലും എൻ്റെ പ്രവൃത്തികളിലും എൻ്റെ ചിന്തകളിലും എല്ലാം ഉണ്ടാകേണ്ടത്. എൻ്റെ വാക്കുകളിൽ സ്നേഹമില്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ രൂപം വഹിക്കുന്നു എന്ന് പറയാനാവില്ല. എൻ്റെ ചിന്തകളിൽ സ്നേഹമില്ലെങ്കിൽ ഞാൻ ദൈവത്തെ പോലെ ചിന്തിക്കുന്നു എന്ന് പറയാനാവില്ല. എൻ്റെ പ്രവൃത്തികളിൽ സ്നേഹമില്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ കരമാണെന്ന് പറയാനാവില്ല. ഇന്ന് അവന്റെ ദിവ്യകാലത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവമേ, നിന്റെ രൂപം എന്നിൽ വാർത്തെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറയാം. നിന്റെ രൂപം എന്നിൽ വാർത്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ രൂപത്തിലേക്കും നിന്റെ ഭാവത്തിലേക്കും എന്നെ മാറ്റണമേ ദൈവമേ നമുക്ക് ആഗ്രഹിക്കാം. എന്നെ കാണുന്ന എല്ലാവരും നിന്നെ കാണട്ടെ. എന്നെ അറിയുന്നവരെല്ലാവരും നിന്നെ അറിയട്ടെ. എന്നെ കേൾക്കുന്നവരെല്ലാവരും നിന്നെ കേൾക്കുവാനിടയാകട്ടെ. അതിന് സ്നേഹത്തിന്റെ ഒരു മനുഷ്യനായി, സ്നേഹം തുളുമ്പുന്ന ഒരു മനുഷ്യനായി എന്നെ മാറ്റണമേ. ചുറ്റുപാടുമുള്ള തിക്താനുഭവങ്ങൾ എന്തൊക്കെയാണെങ്കിലും എൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹം വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കുടുംബം സ്നേഹം കൊണ്ട് നിറയട്ടെ. എൻ്റെ കുടുംബം എൻ്റെ സ്നേഹം കൊണ്ട് നിറയുന്നിടമായിട്ട് മാറട്ടെ. എൻ്റെ ചുറ്റുമുള്ള ഓരോ വ്യക്തികളും സ്നേഹത്തിന്റെ രൂപവും ഭാവവും തിരിച്ചറിയുന്നവരായി മാറട്ടെ പ്രാർത്ഥിക്കാം. നിന്റെ രൂപവും ഭാവവും എന്നിലാകണമേ.
എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യരും അന്ത്യരും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന ആരാധന. എന്റെ ഇഷ്ടങ്ങളെല്ലാം അവന് വേണ്ടി ഞാൻ മാറ്റിവെക്കണം. ഈ ഭൂമിയിൽ ഞാൻ ആയിരിക്കുന്നത് എന്റെ ഇഷ്ടം നിറവേറ്റാനല്ല, പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനാണ്. എന്റെ ഇഷ്ടം നിറവേറ്റാനാണെങ്കിൽ ഞാൻ പലപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം മറന്നു ജീവിക്കും. ദൈവത്തിന്റെ ഇഷ്ടം മറന്നു പോകുന്ന എല്ലാ സമയവും എന്റെ കാലുകൾ പതിക്കുന്നത് തിന്മയുടെ വഴിയിലേക്കാണ്. ദൈവത്തിന്റെ ഇഷ്ടം ഞാൻ മറന്നുപോയ ഓരോ സമയവും എന്റെ കാലുകൾ അറിഞ്ഞോ അറിയാതെ തിന്മയുടെ വഴികളിലേക്ക് എടുത്തു വയ്ക്കപ്പെട്ടിട്ടുണ്ട്. എന്റെ ഇഷ്ടങ്ങൾ ഓരോന്നും ഞാൻ മറക്കണം അവന് വേണ്ടി. എന്താണ് പലപ്പോഴും എനിക്ക് സംഭവിക്കുന്നത്? എന്താണ്? ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയാൻ ഞാൻ മറന്നു പോകുന്നു. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ പലപ്പോഴും താല്പര്യം കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞാലും എന്റെ പല ത്യാഗങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വരുന്നതുകൊണ്ട് സൗകര്യപൂർവ്വം ഞാൻ ദൈവത്തിന്റെ ഇഷ്ടം മറന്നു പോകാറില്ലേ? സൗകര്യപൂർവ്വം ഞാൻ ദൈവത്തിന്റെ ഇഷ്ടം അവഗണിച്ച് കളയാറില്ലേ? സൗകര്യപൂർവ്വം അതൊന്നും വേണ്ട എന്ന് വെച്ചുകൊണ്ട് എന്റെ ഇഷ്ടവും ദൈവത്തിന്റെ ഇഷ്ടത്തിൽ കൂട്ടിക്കലർത്തിക്കൊണ്ട് അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തി ഞാൻ മുന്നോട്ട് പോകാൻ ശ്രമിക്കാറില്ലേ? അവിടെയാണ് എന്റെ ആത്മീയത പകിട്ടം മറിയുന്നത്. അവിടെയാണ് എന്റെ ആത്മീയത സങ്കീർണമാകുന്നത്. എനിക്ക് ഒരു നല്ല ക്രൈസ്തവനായി ജീവിക്കാൻ സാധിക്കാത്തതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. അവന്റെ ഇഷ്ടവും എന്റെ ഇഷ്ടവും ഞാൻ കൂട്ടിക്കലർത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടിക്കലർത്തന് തീർച്ചയായും വെള്ളം ചേർക്കലിന് ക്രൈസ്തവ ജീവിതത്തിൽ സാധ്യമില്ല. ദൈവ സാധ്യതകളില്ല. അങ്ങനെ ഒരു വെള്ളം ചേർത്തുള്ള ഒരു ജീവിതമാകരുത് ഒരു ക്രൈസ്തവന്റെ ജീവിതം. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് മാത്രം ചെയ്യുക. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് എന്തൊക്കെയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ നിർബന്ധം പിടിക്കുക. വാശിയോടെ തീരുമാനിക്കുക, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും എന്റെ ജീവിതത്തിന്റെ ഭാഗമായി ഞാൻ സമ്മതിക്കില്ല. ദൈവത്തിന് ഇഷ്ടമാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കുമെന്ന് തീരുമാനിക്കണം. ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ട എന്നേശുവേ. എന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. എന്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ട എന്നേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യരും അന്ത്യരും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന 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 ആരാധന
യോഗ്യതയോടെ എല്ലാം നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കില്ല. നീ നിൽക്കുന്ന സമയം പരിശുദ്ധമാണ് എന്ന് മോശയെ ഓർമ്മിപ്പിച്ച അതേ ദൈവം എന്നോട് പറയുന്നുണ്ട്, നിനക്ക് യോഗ്യതയില്ലാത്തിടത്താണ് നീ ഇപ്പോൾ നിൽക്കുന്നത്. ഒരു ദൈവമായ എൻ്റെ മുമ്പിൽ, എൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ മനുഷ്യന് യോഗ്യതയില്ല എന്നിരിക്കെ ഞാൻ നിന്നെ സ്നേഹപൂർവ്വം എൻ്റെ പക്കലേക്ക് ചേർത്ത് നിർത്തുന്നതാണ്. നിന്റെ എല്ലാ യോഗ്യതകളും മറന്നുകൊണ്ട്, നിന്റെ എല്ലാ പാപങ്ങളും മറന്നുകൊണ്ട്, നിന്റെ പാപങ്ങൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട്, ഞാൻ നിന്റെ അയോഗ്യതകളെല്ലാം പാടെ അവഗണിച്ചുകൊണ്ട് ഞാൻ നിന്നെ ചേർത്ത് നിർത്തുന്നതാണ്. ഇന്ന് നീ എൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ എല്ലാ മുട്ടുകളും, ലോകം മുഴുവനോട് എല്ലാ മുട്ടുകളും മടങ്ങി ആരാധിക്കുന്ന ദൈവത്തിന് മുമ്പിലാണ് ഞാൻ. അവന് മുമ്പിൽ നേരെ നിൽക്കുവാനുള്ള ധൈര്യം നമുക്കൊരിക്കലും ഉണ്ടാവില്ല. അവനെ മുഖത്തോട് മുഖം നോക്കാൻ മുഖം മറച്ചുന്നൊരു മോശയുണ്ട്. ഇന്ന് അവന് മാത്രം ദൈവം പ്രത്യേകമായിട്ട് നൽകിയ ആ വലിയ നിയോഗം, ഇസ്രായേൽ ജനത്തിലെ ആയിരക്കണക്കിന് ആളുകളുടെ നടുവിൽ നിന്ന് മോശയെ മാത്രം അവൻ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ മുഖാമുഖം കാണണം. ബാക്കിയുള്ള ഒരു വ്യക്തികൾക്കും നൽകാത്ത പ്രത്യേക നിയോഗം മോശയ്ക്ക് നൽകിയെങ്കിൽ ആലോചിച്ച് നോക്കുക, എത്രയോ വലിയൊരു സ്ഥാനത്തിലേക്കാണ് നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. മോശ ദൈവത്തിന് മുഖാമുഖം നിന്നതുപോലെ ഇന്ന് ഈ ദിവ്യകാലത്തിന് മുമ്പിൽ നമ്മൾ മുഖാമുഖം നിൽക്കുകയാണ്. ജീവിതത്തിലെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് വേണം നമ്മുടെ ഈ തിരുമണിക്കൂറിലായിരിക്കാൻ. നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ജീവിതത്തിൽ നിറവേറ്റപ്പെടാത്ത ഒരുപാട് ആഗ്രഹങ്ങൾ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജീവിതം നിറവേറ്റപ്പെടാത്ത ഒരുപാട് നിയോഗങ്ങൾക്ക് നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നമ്മുടെ ചുറ്റുമുള്ള ഓരോ വ്യക്തികളുടെയും നിയോഗങ്ങൾ, ഓരോ വ്യക്തികളുടെയും പ്രാർത്ഥനകൾ, നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളുടെയും കണ്ണീരും വേദനയും സങ്കടവും എല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ പക്കലേക്ക് സമർപ്പിക്കുന്ന സമയമാണ്. അവൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആലോചിച്ച് നോക്കുക, ഞാനൊരു കുടുംബനാഥനാണ്. എൻ്റെ മാത്രം സങ്കടങ്ങളല്ല ഞാൻ പേറുന്നത്. ഒരു ജീവിതകാലം മുഴുവനും ഞാൻ കൈ ചേർത്ത് വെച്ച ജീവിത പങ്കാളിയുടെ സങ്കടങ്ങൾ എൻ്റെ സങ്കടങ്ങളാണ്. ദൈവം എനിക്ക് ദാനമായിട്ട് തന്ന മക്കളുടെ സങ്കടങ്ങൾ എൻ്റെ സങ്കടങ്ങളാണ്. എൻ്റെ ഭാരങ്ങൾ മാത്രമല്ല ഞാൻ പേറുന്നത്. എൻ്റെ പക്കലേക്ക് ദൈവം നൽകിയ ജീവിത പങ്കാളിയുടെ ഭാരങ്ങൾ എൻ്റെ ഭാരങ്ങളാണ്. എൻ്റെ മക്കളുടെ ജീവിതത്തിലെ ഓരോ ഭാരങ്ങളും എൻ്റെ ഭാരങ്ങളായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ തോളുകൾ തളർന്നു പോകാനിടയുള്ള തോളുകളാണ്. ദുർബലനായ മനുഷ്യൻ എന്ന രീതിയിൽ എൻ്റെ തോളുകൾ തളർന്നു പോകാനിടയുള്ള തോളുകളാണ്. ആ തോളുകളും പേറിക്കൊണ്ടാണ് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത്. അവൻ ശക്തി പകരുന്ന ദൈവമാണ്. തളരാത്ത തോളുകളുമായി ഗാഗുൽത്ത കീഴടക്കിയത് വലിയ വലിയ കുരിശുമായിട്ടാണ്. ഭാരമേറിയ കുരിശും കൊണ്ട് തളരാത്ത തോളുകളുമായിട്ട് അവൻ ഗാഗുൽത്ത കീഴടക്കിയെങ്കിൽ ആ ദൈവം എനിക്ക് ശക്തി പകരും. യേശുവിൻ്റെ പക്കലേക്ക് നമുക്ക് ധ്യാനത്തോടെ ആയിരിക്കാം. കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥനാനിരതനായിട്ട് നമുക്ക് വ്യാപരിക്കാം. യേശു നീ, യേശു നീ, മരണത്തെ ജയിച്ചിടും നേറ്റവൻ. യേശു നീ, യേശു നീ, മരണത്തെ ജയിച്ചിടും നേറ്റവൻ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ഒരുമിച്ച് പാടാം. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. യേശു നീ, യേശു നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. യേശു നീ, യേശു നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. കൈയുയർത്തി അവനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് സ്വരം നൽകിയ ദൈവത്തിന് മുമ്പിലാണ് ഞാൻ ആയിരിക്കുന്നത്. എനിക്ക് ശബ്ദം നൽകിയ ദൈവത്തിന് മുമ്പിലാണ് ഞാൻ ആയിരിക്കുന്നത്. എന്റെ നാവുകൾക്ക് ശക്തി വരുന്ന ദൈവത്തിന് മുമ്പിലാണ് ഞാൻ ആയിരിക്കുന്നത്.
അവനെ സ്തുതിക്കുവാനും അവന്റെ കൃതജ്ഞതകൾ ആലപിക്കുവാനുമായിട്ടാണ് ദൈവം എനിക്ക് നാവ് നൽകിയിരിക്കുന്നത്. ആ ദൈവത്തിന്റെ പക്കലേക്ക് രണ്ട് കരങ്ങളും നീട്ടിക്കൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകം മുഴുവൻ ശക്തി നൽകുന്ന ദൈവമേ, എന്റെ കുടുംബത്തെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. എന്റെ കുടുംബത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. എന്റെ കുടുംബത്തെ സ്നേഹത്തിന്റെ ശക്തിയാൽ നിവൃത്തമാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് മാത്രമല്ല ദൈവമേ, എന്റെ കുടുംബത്തിലെ ഓരോ വ്യക്തികൾക്കും ശക്തി ചോർന്നു പോകുന്ന നിമിഷങ്ങളുണ്ട്. ഞങ്ങൾ ദുർബലരായി പോകുന്ന നിമിഷങ്ങളുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങൾക്ക് ശക്തിയില്ലാതെ അലിഞ്ഞിരുന്ന സമയങ്ങളുണ്ട്. ആ സമയങ്ങളെ ഓരോ ദൈവത്തിന്റെ പക്കലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിനക്ക് മാത്രമാണ് സ്തുതിയായിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോ നീ. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോ നീ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. ചൊല്ലിത്തരുന്ന പ്രാർത്ഥനയെ ചൊല്ലുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചൊല്ലിത്തരുന്ന പ്രാർത്ഥനയെ ചൊല്ലുക. യേശുവേ, യേശുവേ, അങ്ങെന്റെ രക്ഷകനാകുന്നു. യേശുവേ, യേശുവേ, അങ്ങെന്റെ നാഥനാകുന്നു. ഈശോയെ, അങ്ങെനിക്ക് എല്ലായ്പ്പോഴും എൻ്റെ ആശ്രയമാകുന്നു. അങ്ങിൽ മാത്രമാണ് ഞാൻ ശരണം വയ്ക്കുന്നത്. എൻ്റെ ദൈവമേ, ഈ ലോകത്തിലുള്ള പരീക്ഷണങ്ങൾക്കും തിന്മകൾക്കും നടുവിൽ നിന്ന് ഞാൻ ക്ഷീണിക്കുകയും തളരുകയും ചെയ്യുമ്പോൾ നല്ല ദൈവമേ, എന്നെ ചേർത്ത് നിർത്തണമേ. എൻ്റെ കുടുംബത്തെ ചേർത്ത് നിർത്തണമേ. എൻ്റെ കുടുംബത്തെ നിന്റെ പക്കലേക്ക് കാരുണ്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി നീ ചേർത്ത് നിർത്തണമേ. എൻ്റെ ദൈവമേ, എല്ലാ തിന്മകളെയും പരാജയപ്പെടുത്തുവാൻ ഞാൻ ശക്തിയുള്ളവനാകട്ടെ. എൻ്റെ ദൈവമേ, എൻ്റെ മക്കളിലെ തിന്മകളെ പരാജയപ്പെടുത്തുവാൻ ഞാൻ ശക്തിയുള്ളവനാകട്ടെ. എൻ്റെ ദൈവമേ, എൻ്റെ കുടുംബത്തിലെ പ്രതിസന്ധികളെ ഇല്ലാതാക്കുവാൻ ഞാൻ ശക്തിയുള്ളവനാകട്ടെ. ഒരു കുടുംബനാഥയായ എൻ്റെ മനസ്സിനെയും ശരീരത്തെയും അങ്ങ് ശക്തിപ്പെടുത്തണമേ. എൻ്റെ കുടുംബത്തെ സ്വർഗത്തിലേക്ക് നയിക്കുവാൻ, നന്മയുടെ വഴിയിലൂടെ നയിക്കുവാൻ എൻ്റെ ജീവിതത്തിലേക്ക് ജ്ഞാനം പകരണമേ. ആത്മാവിനെ നിറയ്ക്കണമേ. ആത്മാവിനാൽ എന്നെ പൂരിതനാക്കണമേ. ആത്മാവിനാൽ എൻ്റെ കുടുംബത്തെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ചോളുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും
നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ശാന്തമായി ദൈവത്തെ ധ്യാനിക്കാം. എൻ്റെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നുണ്ട്. ആ ദൈവത്തെയാണ് ഞാൻ തിരിച്ചറിയാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൈവം പറയുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ ശബ്ദങ്ങൾക്കിടയിൽ പലപ്പോഴും ഞാൻ അവനെ മറന്നു പോകാറുണ്ട്. ലോകത്തിലെ തിരക്കുകൾക്കിടയിൽ ഞാൻ അവന് വേണ്ടി സമയം കൊടുക്കാൻ മറന്നു പോകാറുണ്ട്. ആരാധ്യനായ എൻ്റെ ദൈവം, ഞാൻ എപ്പോഴും ആരാധിക്കുന്ന ദൈവം, അവനെ ആരാധിക്കാതെ, അവനെ സ്തുതിക്കാതെ ഒരു ദിവസം പോലും കടന്നു പോകാൻ പാടില്ല. അവനെ സ്തുതിക്കാതെ ഒരു ദിവസമുണ്ടെങ്കിൽ ആ ദിവസം എൻ്റെ ജീവിതത്തിൽ ശപിക്കപ്പെട്ടൊരു ദിവസമായിരിക്കും. അവൻ ദാനമായിട്ട് നൽകിയതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. ജീവിതത്തിൽ ഞാനിപ്പോൾ ശ്വാസമെടുക്കുന്ന ഈ ഒരു നിമിഷമുണ്ടെങ്കിൽ അത് അവൻ്റെ ദാനമാണ്, അതവൻ്റെ കരുണയാണ്. ഞാൻ അർഹിക്കുന്നതല്ല, ഞാൻ അവകാശപ്പെടുന്നതല്ല, അവൻ ദാനമായി എനിക്ക് നൽകുന്നതാണ്. ആ നിമിഷങ്ങൾ ഞാൻ അവനെ മറക്കാനായിട്ട് പാടില്ല. ഒരു ദിവസത്തിലെ ഒരു നിമിഷമെങ്കിലും അവനെ ഓർക്കാതെ കടന്നു പോകാതിരിക്കട്ടെ. എൻ്റെ ഉള്ളിൽ നിന്ന് അവൻ സംസാരിക്കുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിൽ നിന്ന് അവൻ സംസാരിക്കുന്നുണ്ട്. ആ ദൈവത്തോട് ഞാൻ തിരിച്ച് സംസാരിക്കുന്ന സമയമാണ്. അവൻ്റെ കൈകളാണ് എൻ്റെ കണ്ണീര് തുടയ്ക്കുന്നത്. അവൻ്റെ കരത്തിൻ്റെ ആശ്ലേഷത്തിലാണ് എനിക്ക് ബലം ലഭിക്കുന്നത്. കാലുകൾ കുഴഞ്ഞു പോകുമ്പോൾ, അസ്ഥികൾക്ക് ശക്തിയില്ലാതെ വരുമ്പോൾ അവനോട് ചേർന്ന് നിന്നാണ് ഞാൻ ശക്തി പ്രാപിക്കേണ്ടത്. നിശബ്ദനായി നമുക്ക് ധ്യാനപൂർവമായിരിക്കാം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിന്റെ ഹൃദയം എന്തിനെ പറ്റിയാണ് ഇപ്പോൾ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എന്തിനെ പറ്റിയാണ് നിന്റെ ആകുലതകൾ മുഴുവനും? നിന്റെ ജീവിതത്തിലേക്ക് ഭാഗമായിട്ട് വന്ന ചില പ്രതിസന്ധികളെ പറ്റിയാണോ? ചില സങ്കീർണമായ നിമിഷങ്ങളിലൂടെയാണോ നീ കടന്നു പോകുന്നത്? മറ്റൊന്നും ചിന്തിക്കാനാവാത്ത രീതിയിൽ നീ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിലെ ഈ വയ്യാത്ത അവസ്ഥകളെ പറ്റിയാണോ? നിന്റെ കുടുംബത്തിലെ ഏതെങ്കിലും വ്യക്തികൾക്ക് വന്ന രോഗാവസ്ഥകളെ പറ്റിയാണോ നിന്റെ ചിന്ത മുഴുവനും? അതിനെപ്പറ്റി എല്ലാം ചിന്തിക്കുമ്പോൾ നിരന്തരമായിട്ട് ആകുലചിത്തനായി മാറാറുണ്ടോ? നിന്റെ ദാരിദ്ര്യമാണോ നിന്നെ എപ്പോഴും വിഷമത്തിലേക്ക് തള്ളിവിടുന്നത്? ഒന്നുമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ജീവിതത്തിലെ എല്ലാ ഭൗതിക ആവശ്യങ്ങളും നിറവേറ്റാൻ പോലും ശക്തിയില്ലാത്തവനായിട്ട് പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ജീവിക്കേണ്ടി വരുമ്പോൾ ഇതിനെപ്പറ്റി സ്വയം അപകർഷതാബോധത്തിലേക്ക് വീണു പോകാറുണ്ടോ? എന്തിനെ പറ്റിയാണ് നീ ആകുലപ്പെടുന്നത്? നിന്റെ മനസ്സാകുലമാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവം പറയുന്നു, എൻ്റെ വാക്കൊന്ന് ശ്രവിക്കുക, എൻ്റെ വചനമൊന്ന് ശ്രവിക്കുക. നീ ഭയങ്കരമായിട്ട് കണ്ണീരൊഴുക്കുമ്പോൾ, നിന്റെ ഹൃദയം വിങ്ങി ഇല്ലാതെയാകുമ്പോൾ, നിന്റെ ഹൃദയത്തിലെ വിങ്ങലുകൾ കണ്ണുനീർ തുള്ളിയായിട്ട് നിന്റെ കണ്ണുകളെ അതിക്രമിച്ച്, അതിർവരമ്പുകളെ അതിക്രമിച്ച് പുറത്തേക്ക് ഒഴുകുമ്പോൾ ദൈവം പറയുന്നു, നിനക്കുള്ള ആശ്വാസം ഞാനാണ്, നിന്നെ ആശ്വസിപ്പിക്കുവാൻ ശക്തിയുള്ളവൻ ഞാനാണ്. എനിക്കൊരു വചനമുണ്ട്. ആ വചനമൊന്ന് കേൾക്കുന്ന മാത്രയിൽ നിന്റെ ഹൃദയത്തിലുള്ള മലകൾ തന്നെ ഇല്ലാതെയാകും. എൻ്റെ വചനമൊന്ന് കേൾക്കുന്ന മാത്രയിൽ മലയോളം വളർന്ന നിന്റെ ജീവിതത്തിലെ ആകുലതകൾ ഒന്നൊന്നായിട്ട് ഇല്ലാതെയാകും. ശക്തിയുള്ള വചനത്തോട് നീ ശ്രമിക്കുക. നിന്റെ ഹൃദയം തണുപ്പിക്കാൻ എൻ്റെ വചനം മാത്രം മതി എന്ന് പറയുന്ന ദൈവമാണുള്ളത്.
നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻ മുഖമെൻ ഹൃദയത്തിലാനന്ദമേ. ശാന്തമായ സ്വസ്ഥാനങ്ങളിലിരിക്കാം. രണ്ട് കരങ്ങളും മടിയിൽ ചേർത്ത് വയ്ക്കുക. അവന്റെ സന്നിധിയിലാണ് നമ്മൾ വസിക്കുന്നത്. ഞാനിപ്പോൾ കണ്ണിൽ കാണേണ്ടത് എനിക്ക് വേണ്ടി മുറിയപ്പെടുന്ന അവന്റെ കരങ്ങളാണ്. കുരിശോട് ചേർത്ത് തറയ്ക്കപ്പെട്ട അവന്റെ കരങ്ങൾ ഞാൻ മനസ്സിലൊന്ന് രൂപം കാണുക. കുരിശിൽ കിടക്കുന്ന ദൈവത്തിന്റെ കുരിശോട് ചേർത്ത് തറയ്ക്കപ്പെട്ട കൈകൾ എൻ്റെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരിക. അവന്റെ കീറി മുറിക്കപ്പെട്ട ആ കരങ്ങളാണ് എൻ്റെ ശക്തി. പലരും തല്ലി തകർക്കാൻ ശ്രമിച്ചിട്ടും ശക്തി ചോരാതെ ഉയർത്തെഴുന്നേറ്റ എൻ്റെ ദൈവത്തിന്റെ കരങ്ങൾ. നിന്നെ ആരൊക്കെ തല്ലി തകർക്കാൻ ശ്രമിച്ചാലും, നിന്റെ ജീവിതത്തിൽ നിന്നെ ആരൊക്കെ ചവിട്ടിത്താക്കാൻ ശ്രമിച്ചാലും, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കാൻ അവന്റെ കരങ്ങളൊന്ന് മാത്രം മതി. കുരിശിലെ അവന്റെ കരങ്ങളോട് ചേർത്ത് എൻ്റെ കരങ്ങളൊന്ന് വെച്ചാൽ മാത്രം മതി. അവന്റെ വിലാപ്പുറത്ത് അവൻ ആഞ്ഞുകുത്തി. അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകി വന്നു. നൽകിയത് മുറിവുകളാണെങ്കിലും തിരികെ നൽകിയത് ജലമാണ്. രക്തവും ജലവും നൽകുന്ന ദൈവമുണ്ട്. എൻ്റെ കുടുംബത്തിൽ നീ ചെയ്യുന്നത് ഇത് തന്നെയാണ്. കുടുംബനാഥൻ എന്ന രീതിയിൽ നീ ജീവിക്കുമ്പോൾ പലപ്പോഴും നിനക്ക് മുറിവേൽക്കാറുണ്ട്. നിന്റെ പാർശ്വങ്ങൾ കുത്തിത്തുളയ്ക്കപ്പെടാറുണ്ട്. നിന്റെ ഹൃദയം പലപ്പോഴും വെന്തു മുറിയാറുണ്ട്. നിന്റെ ഹൃദയം പലപ്പോഴും വിങ്ങലോടുകൂടി ആയിരിക്കാറുണ്ട്. അവിടെയെല്ലാം നീ തിരിച്ചു നൽകിയത് എന്താണ്? നിന്റെ രക്തവും ജലവുമാണ് നിന്റെ കുടുംബത്തിന് തിരികെ നൽകിയത്. നിന്റെ സഹോദരങ്ങൾ, നിന്റെ അയൽപ്പക്കങ്ങളിൽ എല്ലാം ഒരുപക്ഷെ നിനക്ക് ഈ കീറി മുറിക്കപ്പെടുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. പാർശ്വം ഭേദിക്കപ്പെടുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. ഓർക്കുക, നീ ദൈവത്തിന് കുരിശിലെ ദൈവത്തോട് തുല്യനായ സമയമാണത്. കുരിശിലെ ദൈവത്തോട് അനുരൂപപ്പെട്ട സമയമാണത്. അവന്റെ സന്നിധിയിൽ വസിക്കാനുള്ള ആ വലിയ നിയോഗം നമുക്ക് ലഭിക്കുന്നു. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻ മുഖമേ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻ മുഖമിൻ ഹൃദയത്തിനാനന്ദമേ. മുട്ടിന്മേലായിരിക്കാൻ സാധിക്കുന്നവരെ മുട്ടിന്മേലായിരിക്കുക. ദിവ്യകാരണനാഥന്റെ മുമ്പില് മുട്ടിന്മേലായിരിക്കാൻ സാധിക്കുന്നവർ മാത്രം മുട്ടിന്മേലായിരിക്കുക. എൻ്റെ മുമ്പില് ദൈവം ത്രിത്വിക ദൈവമാണ്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. ആ ദൈവത്തെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ആ ദൈവത്തെ സ്വീകരിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ആ ഒരു സമയത്ത് രണ്ട് കരങ്ങളും അവൻ്റെ നേരെ നീട്ടി പിടിക്കുക. യാചനാരൂപത്തിൽ പിടിക്കുക. യാചനാരൂപത്തിൽ. ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് ഞാൻ സ്വീകരിക്കാനുണ്ട്. ദൈവമേ, എൻ്റെ കരങ്ങളിൽ അങ്ങ് കാണുന്നത് പോലെ തന്നെ ഞാൻ ഒന്നുമില്ലാത്തവനാണ്. എന്തെങ്കിലുമൊക്കെ ഞാൻ നേടിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ദാനമാണ്. എന്തെങ്കിലുമൊക്കെ ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ദാനമാണ്.
എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയെടുത്തവയെല്ലാം നീ കാരുണ്യപൂർവ്വം നൽകിയവയാണ്. ചിലപ്പോഴെങ്കിലുമൊക്കെ ഞാൻ സ്വന്തമാക്കിയ വെച്ച് ഞാൻ അഹങ്കരിക്കാറുണ്ട്. മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്ത് ഞാൻ എന്തൊക്കെയോ ആണെന്ന് സ്വയം മേന്മ വിചാരിക്കാറുണ്ട്. ദൈവമേ, എളിമയുടെ മനോഭാവം തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കുടുംബം പലപ്പോഴും സ്നേഹമില്ലാതെയാകുന്നത് എൻ്റെ ഉള്ളിൽ എളിമയില്ലാതാകുമ്പോഴാണ്. ദൈവമേ, ഞാൻ നിസ്സാരനാണ്, ഒന്നുമില്ലാത്ത വ്യക്തിയാണ്, ഒന്നുമില്ലാത്തവനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നവനാണ്. ഒന്നുമില്ലാതെയാണ് ഞാൻ ഭൂമി വിട്ടു പോകാനായിട്ട് പോകുന്നതും. അതിനിടയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ, അത് പണമാണെങ്കിലും സമ്പത്താണെങ്കിലും സ്വത്താണെങ്കിലും ബന്ധങ്ങളാണെങ്കിലും, അതിനപ്പുറത്തേക്ക് എൻ്റെ അധികാരങ്ങളോ ജോലിയോ എന്തു തന്നെയാകട്ടെ, എൻ്റെ സൗകര്യങ്ങൾ, ഇതെല്ലാം ദൈവം നൽകിയ ദാനങ്ങളാണ്. ഈശോയെ, എളിമയോടുകൂടി അത് അംഗീകരിക്കാനുള്ള ശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കാം. യാചനാരൂപത്തിൽ കരങ്ങൾ പിടിച്ച് നമുക്ക് ദൈവപിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. മനസ്സിന്റെ ഉള്ളിൽ അന്തരംഗത്തിൽ യേശുവേ 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 എന്നുള്ള തിരുനാമം ആവർത്തിച്ചുകൊണ്ടേയിരിക്കാം. അവന്റെ തിരുനാമം ശക്തിപ്പെടുത്തുന്ന നാമമാണ്. അവന്റെ നാമം ശക്തിപ്പെടുത്തുന്ന നാമമാണ്. നീ ഏത് ദുർബലമായ അവസ്ഥയിലൂടെ കടന്നു പോയാലും ശക്തിപ്പെടുന്ന ദൈവമാണ്. ആ ദൈവത്തെ വിളിച്ചുകൊണ്ടേയിരിക്കാം. യേശുവേ 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 എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കാം. യേശുവേ 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 എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കാം. യേശുവേ 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 എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കാം. ശബ്ദമുയർത്തി വിളിക്കാം.
ശബ്ദമുയർത്തി വിളിക്കാം. യേശുവിന്റെ നാമം ശക്തിയേറിയ നാമമാണ്. എന്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്തേണ്ട നാമമാണ്. എന്റെ കരങ്ങളെ ശക്തിപ്പെടുത്തേണ്ട നാമമാണ്. എന്റെ ജീവിതത്തെ മുഴുവൻ താങ്ങുന്നുണ്ടെന്ന നാമമാണ്. എവിടെയൊക്കെ ഞാൻ തളർന്നു പോകുന്നു, എവിടെയൊക്കെ ഞാൻ ആശയറ്റവനായി മാറുന്നു, എവിടെയൊക്കെ ഞാൻ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളപ്പെടുന്നുവോ, അവിടെയെല്ലാം എന്നെ വീണ്ടെടുക്കേണ്ട കരങ്ങളാണ് അവൻ്റെത്. ആ ശക്തിയേറിയ നാമമാണ് ഇവ വിളിച്ച് വീഴ്ചകൊണ്ടിരിക്കുന്നത്. യേശുവേ എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കാം. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നീതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നീതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നീതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നീതാ. യേശുവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ അന്തരംഗത്തിലേക്ക് ഇറങ്ങി വരണമേ, എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ, എന്റെ കരങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ഓരോ ദിവസവും വിശുദ്ധ കുർബാനയായി എന്നിലേക്ക് ഇറങ്ങി വരുന്ന എന്റെ ദൈവമേ, എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്റെ കണ്ണീര് തുടക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്റെ ആകുലതകളിലേക്ക് ഇറങ്ങി വരണമേ, എന്റെ വിഷമങ്ങളിലേക്ക് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. എന്റെ മക്കളുടെ ജീവിതങ്ങളെ ഈശോയുടെ പക്കലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിലെ ഓരോ അവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മക്കളുടെ ദാമ്പത്യ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ജോലിയുടെ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രതിസന്ധികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നൽകിയിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെയും ഓർത്ത് സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവന്റെ നന്മകളെ ഓർത്ത് സ്തുതിക്കുക. അവന്റെ വരദാനങ്ങളെ ഓർത്ത് സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപത്താൽ മുറിയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാവന നീണം തന്നു പാപത്തിൻ കറ പോക്കി, പാവന നീണം തന്നു പാപത്തിൻ കറ പോക്കി. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നീതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നീതാ. നമ്മുടെ രക്ഷയാചിക്കേണ്ട സമയമാണ്. നമ്മുടെ രക്ഷയാചിക്കേണ്ട സമയമാണ്. രണ്ട് കാര്യങ്ങളും ദൈവത്തിന് നീട്ടി പിടിക്കുക. രക്ഷയാചിക്കേണ്ട സമയമാണ്. രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. എന്തിനെല്ലാം രക്ഷിക്കണം? കൊടിയ ദാരിദ്ര്യത്തിനെ രക്ഷിക്കണമേ, ഒന്നുമില്ലാത്ത അവസ്ഥകളിൽ രക്ഷിക്കണമേ, ഭൗതികമായ അധപ്പതങ്ങളിൽ രക്ഷിക്കണമേ, ധാർമ്മികമായ അധപ്പതങ്ങളിൽ രക്ഷിക്കണമേ. എന്റെ കുടുംബത്തെ വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. എന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ തിന്മയുടെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടെടുക്കണമേ ദൈവം എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ എന്റെ കുടുംബത്തിലെ ഏതെങ്കിലും വ്യക്തികൾ പാദങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പാദങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ കരങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം ഒന്നുമില്ലാത്ത എന്റെ അവസ്ഥയിലേക്ക് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കാം. എന്റെ കുടുംബത്തെ കീഴടക്കിക്കൊണ്ടുന്ന എല്ലാ പാപാവസ്ഥകളെയും കീഴടക്കാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ പ്രലോഭനങ്ങളെയും കീഴടക്കാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തിന്മകളെ പരാജയപ്പെടുത്താനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദുഷ്ടാരൂപികൾ ഇല്ലാതെയാകട്ടെ, ദുഷ്ടാരൂപികൾ എന്റെ കുടുംബത്തിന്റെ പടിവാതിക്കൽ അശേഷമില്ലാതെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ തിന്മയുടെ ശക്തികളും എന്റെ പടിവാതിക്കൽ, എന്റെ വാതിൽ പടിക്കൽ ഇല്ലാതാകുന്ന രീതിയിൽ എന്റെ കുടുംബത്തെ ശക്തിപ്പെടുത്താൻ പ്രാർത്ഥിക്കാം. അരൂപിയാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എന്റെ കുടുംബം അഭിഷേകിതമാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷിക്കണമേ ദൈവം എന്ന് പ്രാർത്ഥിക്കാം. എന്റെ കുടുംബം ഇപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധികൾ ഓരോന്നും തരണം ചെയ്യുവാൻ, ശാന്തമായി തരണം ചെയ്യുവാനുള്ള ശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കാം. കരങ്ങളെ ശക്തിപ്പെടുത്തണമേ, മനസ്സിനെ ശക്തിപ്പെടുത്തണമേ. എന്റെ കുടുംബത്തിലെ ഏതെങ്കിലും വ്യക്തികൾ വലിയ നിരാശകളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കടുത്ത നിരാശയോടെ കടന്നു പോകുന്ന എന്റെ മക്കൾ, എന്റെ ജീവിത പങ്കാളി, അവരുടെ മനസ്സിനെ കീഴടക്കുന്ന ഓരോ രോഗാവസ്ഥകൾ, ശരീരത്തെ കീഴടക്കുന്ന ഓരോ രോഗാവസ്ഥകളിൽ നിന്ന് അവരെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദിമ നൂറ്റാണ്ടിൽ നിന്ദാസർ മർക്കോസിൻ മാളികയിൽ, ആദിമ നൂറ്റാണ്ടിൽ നിന്ദാസർ മർക്കോസിൻ മാളികയിൽ, നിന്നാവി പകർന്ന പോൽ നിന്ദാസ മധ്യത്തിൽ
നിന്നാവി പകർന്ന പോൽ നിന്ദാസർ മധ്യത്തിൽ നിൻ ശക്തി അയച്ചിടുക. എന്നെന്നും ആത്മാവിൽ ആരാധിക്കും. നിൻ ശക്തി അയച്ചിടുക. എന്നെന്നും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഒരിക്കൽ കൂടി കരം കൊണ്ട് ഉയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്റെ സർവ്വശക്തിയും എടുത്ത് സ്തുതിക്കട്ടെ. എന്റെ സർവ്വശക്തിയും എടുത്ത് സ്തുതിക്കട്ടെ. ഞാൻ എത്രത്തോളം എന്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. അധ്വാന ഭാരങ്ങളെ ഓരോന്നും ഈശോയുടെ പക്കലേക്ക് സമർപ്പിക്കുന്ന സമയമാണിത്. ഞാൻ അധ്വാന ഭാരങ്ങളിലേക്ക് ഇറങ്ങി വന്ന് എന്നെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓരോ അവസ്ഥകളെയും ഈശോയുടെ പക്കലേക്ക് നൽകിക്കൊണ്ട് ശാന്തമായിരിക്കാം. ശാന്തമായി മനസ്സിനെ ശാന്തമാക്കുക. മനസ്സിനെ ശാന്തമാക്കുക. ഞാൻ ദൈവമാണെന്നറിയുക. നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് ഞാൻ. നിന്നെ വീണ്ടെടുക്കുന്ന ദൈവമാണ് ഞാൻ. നിന്നെ കരുതലോടെ ചേർത്ത് നിർത്തുന്ന ദൈവമാണ് ഞാൻ. ഈ ലോകം മുഴുവൻ നീ ഓടി അറിഞ്ഞാലും ദൈവത്തെ പോലെ നിന്നെ സ്നേഹിക്കുന്ന മറ്റാരെയും നീ കണ്ടുപിടിത്തില്ല. കണ്ണുകളടച്ച് ശാന്തമാകുക. എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. എൻ പ്രേമഗീതമാ എന്നേശുനാഥാ നീ. എൻ പ്രേമഗീതമാ എന്നേശുനാഥാ നീ. എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. ഒന്നിച്ചു പാടാം. ആരാധന 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 ആരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചായുന്നു ഞാൻ. സ്നേഹം നിഷേധിക്കപ്പെട്ട ഓരോ സമയങ്ങളെ നമുക്ക് മനസ്സിലാക്കി കൊണ്ടുവരാം. സ്നേഹം നിഷേധിക്കപ്പെട്ട ഓരോ നിമിഷങ്ങളെ നമുക്ക് മനസ്സിലാക്കി കൊണ്ടുവരാം. ഒരുപക്ഷെ എൻ്റെ കുടുംബത്തിൽ തന്നെ സ്നേഹം നിഷേധിക്കപ്പെട്ട സമയങ്ങളുണ്ടായിരിക്കാം. ഒരു കുടുംബനാഥൻ എന്ന രീതിയിൽ, കുടുംബനാഥ എന്ന രീതിയിൽ എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്ന് പോലും ഞാൻ ആവശ്യപ്പെടുന്ന സ്നേഹം ലഭിക്കാതെ പോയ സമയങ്ങളും
എൻ്റെ ജീവിത പങ്കാളി പോലും എന്നെ മനസ്സിലാക്കാതെ പോയ സമയങ്ങളുണ്ടായിരിക്കാം. ജീവിതത്തിൽ എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചപ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള വ്യക്തികളെങ്കിലും എന്നെ പറ്റി നല്ല രീതിയിൽ ചിന്തിക്കുമെന്നും എൻ്റെ കൂടെ നിൽക്കുമെന്നും ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ ലോകം മുഴുവൻ എനിക്കെതിരെ എറിഞ്ഞ 1000 കല്ലുകളേക്കാൾ എന്നെ വേദനിപ്പിച്ചത് എൻ്റെ കുടുംബാംഗങ്ങൾ എന്നെ മനസ്സിലാക്കി എന്നുള്ള വേദനയായിരിക്കാം. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, ദൈവത്തിൻ്റെ സ്നേഹം മാത്രമാണ് ശാശ്വതമെന്നുള്ളത്. അത്തരത്തില് മനസ്സിലെ വിങ്ങുന്ന മുറിവുകൾ എന്തൊക്കെയാണ്, കുടുംബത്തിനുള്ളിൽ തന്നെ ഏൽക്കേണ്ടി വന്ന മുറിവുകൾ എന്തൊക്കെയാണ്. എൻ്റെ പല ആഗ്രഹങ്ങളുടെ നടുവിൽ ഞാൻ നിന്നപ്പോഴേക്കും എൻ്റെ ജീവിതത്തിലെ വലിയ ഭാരങ്ങളും വലിയ ആകുലതകളും വന്നപ്പോൾ ഒറ്റയ്ക്ക് അതെല്ലാം പേറേണ്ട നിമിഷങ്ങളിലൂടെ കടന്നുപോയിട്ടില്ലേ? ജീവിത പങ്കാളി പോലും എന്നോട് തോളോട് ചേർന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ടോ? മക്കള് പോലും എൻ്റെ വേദനകളിലേക്ക് വീണ്ടും വീണ്ടും ആഴത്തിലുള്ള മുറിവുകൾ ഏൽപ്പിച്ച സമയങ്ങളുണ്ടായിരിക്കാം. മക്കളുടെ ഭാഗത്തുനിന്ന് ഏൽക്കേണ്ടി വന്ന ചില വാക്കുകൾ അത് വീണ്ടും എന്നെ തളർത്തി കളഞ്ഞിട്ടുണ്ടായിരിക്കാം. ഒന്നാമത് ഈ ലോകം മുഴുവൻ എന്നെ തളർത്തുകയായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഭാരങ്ങളെ തളർത്തുകയായിരുന്നു. ശക്തി നൽകേണ്ടിയിരുന്നതും താങ്ങി നിർത്തേണ്ടിയിരുന്നതും കുടുംബാംഗങ്ങളായിരുന്നു. ആ കുടുംബത്തിനുള്ളിൽ തന്നെ എൻ്റെ ശക്തി ചോർന്നു പോകുന്ന നിമിഷങ്ങളിൽ ചില രീതികളിൽ ഉണ്ടായ പല വാക്കുകൾ ആജീവനാന്തം മറക്കാൻ പറ്റാതെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരിക്കാം. അത്തരത്തിലുള്ള ഏതെങ്കിലും മുറിവുകളുടെ നടുവിലൂടെയാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ഈശോ പറയുന്നു, എൻ്റെ സ്നേഹം തുല്യതയില്ലാത്ത സ്നേഹമാണ്. ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കില്ല ഞാൻ നിന്നെ. ആരൊക്കെ നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ തള്ളി പറയില്ല. നീ എത്രത്തോളം പാപങ്ങളിലൂടെ കടന്നുപോയാലും നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്താപത്തിന്റെ അനുതാപത്തിന്റെ ഒരു ലാഞ്ചന കാണുമ്പോൾ ഞാൻ വീണ്ടും ഓടി അണയും നിന്നെ വാരി പുണരാനായിട്ട്. പടിവാതിൽക്ക് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. സ്വർഗം വിട്ട് നീ അകന്നുപോയ ഓരോ സമയങ്ങളിലും സ്വർഗത്തിന്റെ പടിവാതിൽക്ക് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി കണ്ണു നട്ട് ഞാൻ കാത്തിരിക്കുന്നുണ്ട്. നിന്റെ തിരിച്ചു വരവിനായിട്ട്, നിന്റെ വീണ്ടെടുപ്പിനായിട്ട്. നീ തകർന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ് ഞാൻ. നീ തളർന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ് ഞാൻ. ലോകത്തിന് മുന്നിൽ ജീവിക്കുമ്പോൾ നീ സ്വർഗത്തിൽ എത്തുന്നത് വരെ തളരാതെ തകരാത്ത മനസ്സുമായിട്ട് നീ ജീവിക്കണമെന്ന് നിന്നേക്കാൾ ഏറെ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നീ ആയിരിക്കുന്നത്. ഈശോയെ, തകർന്നു പോകാതെ കാത്തുകൊള്ളണമേ. നിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ മാത്രം ഞാൻ തോൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മറ്റൊന്നിന്റെ മുമ്പിൽ ഞാൻ മാനസികമായിട്ട് തോൽക്കാതിരിക്കട്ടെ. നിന്റെ സ്നേഹത്തിന് മുമ്പിൽ മാത്രം ഞാൻ പരാജയപ്പെടട്ടെ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചായുന്നു ഞാൻ. സ്നേഹമേ സ്വന്തമേ അങ്ങേ മാർവിൽ ചായുന്നു ഞാൻ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആരാധന 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 ആരാധന. വീണ്ടും പാടാം. ആരാധന 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 ആരാധന. ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി ധ്യാനിക്കാം. ആരാധന ആരാധന ആരാധന. ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി നമുക്ക് ധ്യാനിച്ചുകൊണ്ടേയിരിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കുക. തള്ളിക്കളയാനായിരുന്നെങ്കിൽ എന്നെ തള്ളിക്കളയാമായിരുന്നു. എത്രത്തോളം പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, എത്രത്തോളം വീഴ്ചകളിലൂടെ കടന്നു പോയിട്ടുണ്ട്, എത്ര പാപത്തിന്റെ വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. പലപ്പോഴും പാപമാണെന്ന് അറിയാവുന്നിട്ട് കൂടി ഞാൻ വീണ്ടും വീണ്ടും ചെയ്തു പോയ പാപങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ എന്നിട്ടും എൻ്റെ മനസ്സിൽ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ്, നീ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയും, ഞാൻ സ്വർഗത്തിലേ പോകുള്ളൂ എന്ന് പറയും. നരകത്തെ പറ്റി ഒരിക്കലും നമ്മൾ സ്വപ്നം കണ്ടിട്ടില്ല. ഈ ലോക ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതത്തെ പറ്റി ചിന്തിച്ചപ്പോഴെല്ലാം നമ്മൾ ചിന്തിച്ചത് എന്തിനെ പറ്റിയാണ്? സ്വർഗത്തെ പറ്റിയാണ്. മാലാഖമാരുടെ നമ്മൾ വസിക്കുന്നതിനെ പറ്റിയാണ് ചിന്തിച്ചത്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പാപങ്ങൾ വെച്ചുകൊണ്ട് എനിക്ക് എങ്ങനെ അത് സ്വപ്നം കാണാൻ സാധിക്കുന്നു? ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എനിക്ക് സംഭവിച്ച വീഴ്ചകളെ വെച്ചുകൊണ്ട് എനിക്ക് എങ്ങനെ അത് സ്വപ്നം കാണാൻ സാധിക്കുന്നു? എൻ്റെ ആത്മാവ് ഒരിക്കലും സഞ്ചരിക്കാൻ പാടില്ലാത്ത വഴികളിലൂടെ എല്ലാം പലപ്പോഴും സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കാം.
ആ പാതകളിലൂടെ എല്ലാം സഞ്ചരിച്ച് അധപതനത്തിന്റെ അങ്ങേ ആഴങ്ങളിൽ നിൽക്കുമ്പോഴും എനിക്ക് എങ്ങനെ സ്വർഗത്തെ പറ്റി സ്വപ്നം കാണാൻ സാധിക്കുന്നു? ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, എന്റെ മുമ്പിലിരിക്കുന്ന ഈ ദൈവം, എന്റെ മുമ്പിൽ സന്നിഹിതനായിരിക്കുന്ന ഈ ഈശോ, അവൻ കരുണയുള്ളവനാണെന്നുള്ളത്. അവൻ കരുണയുള്ളവനാണ്, അവൻ എന്നോട് ക്ഷമിക്കും എന്നുള്ള വിശ്വാസം. ഞാൻ 1000 പാപങ്ങൾ ചെയ്താലും അതിന്റെ എല്ലാം ഒടുവിൽ ഞാൻ ഒരിക്കലും അവനോട് മനസ്താപത്തോടു കൂടി എൻ്റെ ദൈവം എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ പറയുമ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ ഒരു കരുണയുണ്ടല്ലോ. ഒരിക്കലും തള്ളിക്കളയാതെ, ഒരിക്കലും ഉപേക്ഷിച്ച് കളയാതെ, നീ എന്റേതാണെന്നും നീ എന്റേത് മാത്രമാണെന്നും പറഞ്ഞോട് ചേർത്ത് നിർത്താനുള്ള സ്നേഹമുണ്ടല്ലോ. ഈ ലോകത്തിലെങ്ങും ആ സ്നേഹം ഞാൻ വീണ്ടും കാണില്ല. ഈ ലോകത്തിലെങ്ങും ആ സ്നേഹം ഞാൻ വീണ്ടും അനുഭവിച്ചറിയില്ല. കാരണം ബാക്കി എല്ലാ മനുഷ്യരുടെ പക്കലേക്ക് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് തെറ്റുകൾ ചെയ്യുമ്പോൾ ഞാൻ പുറന്തള്ളപ്പെട്ടവനായിട്ട് മാറും. വീണ്ടും വീണ്ടും ആവർത്തിച്ച് എൻ്റെ പക്കൽ നിന്ന് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ ഞാൻ പുറന്തള്ളപ്പെട്ടവനായിട്ട് മാറും, ഉപേക്ഷിക്കപ്പെട്ടവനായിട്ട് മാറും. എൻ്റെ തൊട്ടടുത്തവർ പോലും, എൻ്റെ ഏറ്റവും ചേർന്ന് നിൽക്കുന്നവർ പോലും എന്നെ ഉപേക്ഷിച്ച് കളയും. അവിടെയാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മഹത്വം. ഉപേക്ഷിക്കാത്തൊരു സ്നേഹമുണ്ടെങ്കിൽ, തള്ളിക്കളയാത്തൊരു സ്നേഹമുണ്ടെങ്കിൽ അത് എൻ്റെ മുമ്പിൽ സന്നിഹിതനായിരിക്കുന്ന ദൈവം തന്നെയാണ്. അവനെ പോലെ എന്നെ സ്നേഹിച്ചിടാൻ വേറെ ആരുമില്ലെന്ന് തിരിച്ചറിഞ്ഞു വേണം നമ്മൾ അവൻ്റെ പോലായിരിക്കാൻ. അവനെ പോലെ എന്നെ സ്നേഹിച്ചിടാൻ വേറെ ആരുമില്ല. അവൻ മാത്രമേ ഉള്ളൂ എന്നെ ഇതുപോലെ സ്നേഹിക്കാൻ. ആ ദൈവത്തിന് മുമ്പിൽ ആയിരിക്കുമ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ വീഴ്ചകളെ പറ്റി ഒന്നും നീ ആകുലപ്പെടേണ്ട. കാരണം നിന്റെ മുമ്പിൽ വലിയൊരു വാതിൽ തുറക്കുകയാണ്, ദൈവത്തിന്റെ കരുണയുടെ വാതിൽ. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പാപങ്ങളുടെ മുറിപ്പാടുകൾ ഇത്രത്തോളം ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നീ വിഷമിക്കേണ്ട. നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറക്കപ്പെടുകയാണ്, കരുണയുടെ വാതിൽ. പല ആവർത്തിച്ച് വിശുദ്ധ കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞിട്ടും ഇപ്പോഴും പഴയ ചില പാപങ്ങളുടെ ചില മനസാക്ഷി കുത്തുകളും കുറ്റബോധങ്ങളും എല്ലാം പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവം പറയുന്നു, അത് ഉപേക്ഷിച്ച് കളയുക, മറന്നു കളയുക. ഞാൻ മറന്നുപോയ പാപങ്ങളെ പറ്റി ഇനി നീ എന്തിനോർത്തിരിക്കുന്നു? നിന്റെ പാപങ്ങൾ ചെയ്തത് നീയാണെങ്കിലും അത് ഞാൻ മറന്നിരിക്കെ പിന്നെ വീണ്ടും നീ എന്തിനതിനെപ്പറ്റി ഓർത്ത് നിന്റെ മനസ്സിനെ ആകുലപ്പെടുത്തുന്നു? നിന്നെ ഉപേക്ഷിക്കാതെ ഒരു ദൈവത്തിന്റെ മുമ്പിൽ ആ കരുണയുടെ കവാടം തുറന്നു വെച്ചുകൊണ്ട് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആ സ്നേഹത്തിന്റെ പക്കലേക്ക്, ദിവ്യകാരുണ്യനാഥന്റെ പക്കലേക്ക് നമ്മൾ നോക്കുക. കണ്ണുകൾ തുറന്ന് ദൈവത്തിന്റെ പക്കലേക്ക് നോക്കുക. ഈ ദിവ്യകാരുണ്യ ഓസ്തിയിലേക്ക് നോക്കുക. ദിവ്യകാരുണ്യ ഓസ്തിയിലേക്ക് തുറച്ചു നോക്കുക. ആ ദൈവത്തെ കണ്ടുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കണം. നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ, പ്രേമമേ, നിന്നിൽ ഞാനും ചേർന്നിടുന്നു. സ്നേഹമേ, പ്രേമമേ, നിന്നിൽ ഞാനും ചേർന്നിടുന്നു. ഒന്നുകൂടി പാടാം. നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ, പ്രേമമേ, നിന്നിൽ ഞാനും ചേർന്നിടുന്നു. ആരാധന, 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 ആരാധന. നമ്മുടെ ജീവനെക്കാളും നമ്മൾ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ അല്പസമയം ശാന്തമായിട്ടിരിക്കാം. ഞാനും ദൈവവും മാത്രം സംസാരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് പരിപൂർണ്ണ നിശബ്ദതയിലാണ് നമ്മളായിരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ മറക്കാനാവാത്ത വീഴ്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അവ എന്നെ ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിനെ അലട്ടുന്നുണ്ടെങ്കിൽ ഓർത്തെടുത്ത് ദൈവത്തോട് പറയുക, ദൈവമേ, ആ
അറിയാതെ സംഭവിച്ചു പോയതാണ്, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ്, ബലഹീന നിമിഷങ്ങളിൽ സംഭവിച്ചു പോയതാണ്. സ്നേഹം നിരാകരിച്ച എല്ലാ സമയങ്ങളിലും ഞാൻ പാപം ചെയ്യുകയായിരുന്നു. ജീവിത പങ്കാളിക്ക് സ്നേഹം നിരാകരിച്ചപ്പോൾ ഞാൻ പാപം ചെയ്യുകയായിരുന്നു. കുടുംബത്തിലെ മക്കൾക്ക് സ്നേഹം നിരാകരിച്ചപ്പോൾ ഞാൻ പാപം ചെയ്യുകയായിരുന്നു. എൻ്റെ ജീവിത പങ്കാളി അർഹിക്കുന്ന സമയം ഞാൻ നൽകാതിരുന്നപ്പോൾ ഞാൻ പാപം ചെയ്യുകയായിരുന്നു. എൻ്റെ മക്കൾ പിതാവിൽ നിന്ന് അർഹിക്കുന്ന സമയം ഞാൻ നൽകാതിരുന്നപ്പോൾ ഞാൻ പാപം ചെയ്യുകയായിരുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ വലിയ വിഷമങ്ങളുടെ നടുവിൽ ഞാൻ നിന്നപ്പോൾ അവയെല്ലാം മറക്കാനായി ഞാൻ മാത്രം മദ്യത്തിൽ ആശ്രയിച്ചുവെങ്കിൽ ഞാൻ പാപം ചെയ്യുകയായിരുന്നു. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പകരം പ്രശ്നങ്ങൾ മറക്കാനുള്ള മാർഗങ്ങളാണ് ഞാൻ സ്വീകരിച്ചതെങ്കിൽ ഞാൻ പാപം ചെയ്യുകയായിരുന്നു. എൻ്റെ കുടുംബത്തിൽ നിരന്തരമായ വഴക്കുകളിലൂടെ എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ ജീവിത പങ്കാളിയുടെ സമാധാനം ഞാൻ കെടുത്തിയെങ്കിൽ ഞാൻ പാപം ചെയ്യുകയായിരുന്നു. എൻ്റെ മക്കൾക്ക് അന്തസ്സോടുകൂടി ജീവിക്കുവാനുള്ള എല്ലാ അവകാശവും ഉണ്ടായിരുന്നിരിക്കെ ആ കുടുംബത്തിൽ അവർ സമാധാനത്തിൽ ജീവിക്കാനാവാത്ത രീതിയിൽ ഞാൻ കാർക്കശ്യം പുലർത്തുകയും നിരന്തരമായിട്ട് അവരെ മനസ്സിനെ വിഷമിപ്പിക്കുകയും ചെയ്തുവെങ്കിൽ ഞാൻ പാപം ചെയ്യുകയായിരുന്നു. എൻ്റെ അയൽപ്പക്ക ബന്ധങ്ങളിൽ ഉള്ള ആളുകൾക്ക് ഞാൻ നിരന്തരമായിട്ട് സമാധാനക്കേടുണ്ടാക്കിയെങ്കിൽ ഞാൻ പാപം ചെയ്യുകയായിരുന്നു. അർഹതയില്ലാത്ത എന്തെങ്കിലും അവരിൽ നിന്ന് നേടിയെടുക്കുവാനോ സ്വന്തമാക്കുവാനോ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പാപം ചെയ്യുകയായിരുന്നു. എൻ്റെ അയൽപ്പക്കക്കാരനെ എൻ്റെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പാപം ചെയ്യുകയായിരുന്നു. എൻ്റെ അയൽപ്പക്കങ്ങളിലുള്ള ഏതെങ്കിലും വ്യക്തികളെ പറ്റി അവർ അസാന്നിധ്യത്തിൽ ഞാൻ അവരെ കുറ്റപ്പെടുത്തി വിധിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പാപം ചെയ്യുകയായിരുന്നു. എൻ്റെ നാവ് ദൈവം തന്ന വലിയൊരു വരദാനമാണ്. ഒരുപാട് പേര് സംസാരിക്കാൻ ശേഷിയില്ലാതിരിക്കെ എൻ്റെ നാവിന് സംസാരിക്കാൻ ശേഷിയുണ്ടെങ്കിൽ ദൈവം അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ദൈവം ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾക്ക് വിപരീതമായി ഞാൻ നാവിനെ ഉപയോഗിച്ചപ്പോഴെല്ലാം ഞാൻ പാപം ചെയ്യുകയായിരുന്നു. സ്നേഹത്തിന് വിപരീതമായി ഞാൻ നാവിനെ ഉപയോഗിച്ചപ്പോഴെല്ലാം ഞാൻ പാപം ചെയ്യുകയായിരുന്നു. എൻ്റെ നാവ് കൊണ്ട് മുറിവേറ്റ ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പാപം ചെയ്യുകയായിരുന്നു. എൻ്റെ നാവ് കൊണ്ട് മനസ്സുലഞ്ഞ് ജീവിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ഞാൻ പാപം ചെയ്യുകയായിരുന്നു. വിധിച്ചുകൊണ്ട് പരദൂഷണങ്ങളിൽ ഞാൻ ചെലവഴിച്ച സമയങ്ങൾ മൂലം ഏതെങ്കിലും വ്യക്തികൾക്ക് ഏതെങ്കിലും അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പാപം ചെയ്യുകയായിരുന്നു. എൻ്റെ ചുറ്റുമുള്ള ഏതെങ്കിലും വ്യക്തികളുടെ ഉയർച്ചയെ തടസ്സപ്പെടുന്ന രീതിയിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ പണത്തെയോ സൗകര്യങ്ങളോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പാപം ചെയ്യുകയായിരുന്നു. എൻ്റെ ജീവിതത്തിലുള്ള ചുറ്റുപാടുമുള്ള ഏതെങ്കിലും വ്യക്തികളുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ അവരിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പാപം ചെയ്യുകയായിരുന്നു. സ്വത്തിനു വേണ്ടിയോ പണത്തിനു വേണ്ടിയോ ഞാൻ രക്തബന്ധങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പാപം ചെയ്യുകയായിരുന്നു. എത്ര പണം കൊടുത്താലും ഇനിയും ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നുണ്ടെങ്കിൽ അത് രക്തബന്ധങ്ങളാണ്. എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി കേവലം 1-2 സെൻറ്റ് സ്ഥലത്തിൻ്റെ പേരിൽ ഞാൻ ആ സ്നേഹം മറന്നാണ് ഒരു ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നതെങ്കിൽ എന്നേക്കാൾ മണ്ടനായ വേറൊരു വ്യക്തിയില്ല. ലക്ഷങ്ങളല്ല കോടികൾ തന്നാലും പകരം ഒരു സഹോദരൻ ലഭിക്കില്ല. ആ സഹോദരനെ എന്തിൻ്റെ പേരിൽ ഞാൻ മറന്നു ജീവിച്ചാലും ഞാൻ പാപം ചെയ്യുകയായിരുന്നു. പരസ്പരം മുഖത്തോട് മുഖം കണ്ടാൽ പോലും ഞാൻ സംസാരിക്കാത്ത രീതിയിൽ ഏതെങ്കിലും വ്യക്തികൾ എൻ്റെ ചുറ്റുമുണ്ടെങ്കിൽ ഞാൻ പാപം ചെയ്യുകയായിരുന്നു. അനേക വർഷങ്ങളായി ആരോടെങ്കിലും സംസാരിക്കണ്ട എന്ന് ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പാപം ചെയ്യുകയായിരുന്നു. ഒരുപാട് വർഷങ്ങളായിട്ട് തീരാത്ത പകയുമായി ഞാൻ ഏതെങ്കിലും വ്യക്തികളോട് തീരാത്ത പകയുമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ വസിച്ചത് ദൈവമല്ല, പകയാണ്. നിന്റെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമാണെന്ന് പറഞ്ഞെടുത്തു വന്ന ദൈവത്തെ ഞാൻ പുറത്തേക്ക് ചവിട്ടി മാറ്റി അവിടെ പകരം ഞാൻ നിക്ഷേപിച്ചത് എന്താണ്? എൻ്റെ പകയും എൻ്റെ ദുഷ്ടതയും വൈരാഗ്യമൊക്കെയാണ്. അവിടെ എങ്ങനെ ദൈവത്തിന് സഹവസിക്കാൻ സാധിക്കും? ഞാൻ പാപം ചെയ്യുകയായിരുന്നു. എൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ ഞാൻ വീഴ്ച വരുത്തിയപ്പോൾ ഞാൻ പാപം ചെയ്യുകയായിരുന്നു. അലസതയുടെ മാർഗങ്ങളും ഞാൻ തിരഞ്ഞെടുത്തപ്പോഴെല്ലാം ഞാൻ പാപം ചെയ്യുകയായിരുന്നു. എൻ്റെ കുടുംബത്തിലെ മാതാപിതാക്കളോട് ഞാൻ കാണിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, ഒരായുസ് മുഴുവൻ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച എൻ്റെ അപ്പനും അമ്മയും പ്രായമായപ്പോൾ പ്രായത്തിൻ്റെ അസ്വസ്ഥതകളിൽ പ്രവേശിച്ചപ്പോൾ എനിക്കത് ഭാരമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, മനസ്സിൻ്റെ ഉള്ളിലെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പാപം ചെയ്യുകയായിരുന്നു.
പ്രായത്തിൻ്റെ ആധിക്യത്തിൽ എൻ്റെ അപ്പനും അമ്മയും കാണിക്കുന്ന ചില അസ്വസ്ഥതകൾ എനിക്ക് മാനസികമായ ബുദ്ധിമുട്ടിന് കാരണമായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പാപം ചെയ്യുകയായിരുന്നു. മനസ്സിലാക്കേണ്ടതുപോലെ അവരെ മനസ്സിലാക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പാപം ചെയ്യുകയായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഒരു ദിവസമെങ്കിലും എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ താമസിക്കുന്ന അപ്പനെയും അമ്മയും അവരുടെ മുറിയിൽ ചെന്ന് അവരുടെ കട്ടിലിൽ ചെന്ന് കാണാൻ ഞാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതൊരു പാപമാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയും പ്രായത്തിൻ്റെ അസ്വസ്ഥതകൾ മൂലം എഴുന്നേറ്റ് നടക്കാനാവാതെ ഒരു കട്ടിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങപ്പെടുമ്പോൾ എല്ലാ ദിവസവും അവിടെ ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് എല്ലാ ദിവസവും ആശ്വാസവാക്കുകൾ നൽകുക, വേദനയുണ്ടെങ്കിൽ തടവിക്കൊടുക്കുക, ആശ്വാസം നൽകുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിന് ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പാപം ചെയ്യുകയായിരുന്നു. ആലോചിച്ച് നോക്കുക, ഇതേ അപ്പനും ഇതേ അമ്മയും തന്നെയാണ് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എനിക്കൊരു പനി വന്നാൽ ഒരു രാത്രിയിൽ ഒരു 5, 8, 10 തവണയെല്ലാം വന്ന് എൻ്റെ അടുത്തിരുന്ന് എൻ്റെ നെറ്റിയിൽ തഴുകുകയും എൻ്റെ നെറ്റിയിൽ തുണി നനച്ച് വെച്ചൊക്കെ കാത്തുകൊണ്ടിരുന്നത്. എന്നിട്ടെന്തേ അവർക്ക് പ്രായമായപ്പോൾ എനിക്കത് ബാധ്യതയാവുന്നു? എന്നിട്ടെന്തേ അവർക്ക് വയ്യാതെയാകുമ്പോൾ എനിക്കതൊരു ബാധ്യതയായിട്ട് മാറുന്നു? നന്ദിയില്ലായ്മ കാണിക്കുമ്പോൾ അത് പാപമാണ്. സ്വന്തം മാതാപിതാക്കളെ പോലും അകമഴിഞ്ഞ് സ്നേഹിക്കാൻ പറ്റാത്ത ഒരുവന് എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുന്നു? എങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നു പറയാനായിട്ട് സാധിക്കും? ദൈവത്തെ സ്നേഹിക്കാത്തവന് എങ്ങനെ സ്വർഗം സ്വപ്നം കാണാൻ സാധിക്കും? മറ്റൊരു മതഗ്രന്ഥമായ ഖുർആനിൽ പറയുന്നൊരു കാര്യമുണ്ട്, അമ്മയുടെ കാൽപാദത്തിലാണ് സ്വർഗത്തിൻ്റെ വാതിലെന്ന് അവർ പറയാറുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. പ്രായത്തിൻ്റെ ആധിക്യത്തിൽ നിൽക്കുമ്പോൾ, അസ്വസ്ഥതകളിൽ നിൽക്കുമ്പോൾ നിൻ്റെ അപ്പനും അമ്മയും നിൻ്റെ നേരെ വെച്ച് നീട്ടുന്നത് സ്വർഗത്തിൻ്റെ വാതിലാണ്. അവരോട് ചേർന്ന് നിൽക്കുകയും അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ, അവരെ സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് സ്വർഗത്തിൻ്റെ വാതിലുകൾ എനിക്ക് നൽകപ്പെടുന്നത്. ഇത്തരത്തിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ എന്തൊക്കെയാണെങ്കിലും അവയെല്ലാം നമുക്ക് ഓർത്തെടുത്ത് ഈശോയുടെ പക്കലേക്ക് നമുക്ക് നൽകാം. പാപിയാണ് ദൈവമേ ഞാനെന്ന് പറയാം. പാപിയാണ് ദൈവമേ ഞാൻ, അങ്ങ് രക്ഷിക്കുന്നവനാണ്. കുരിശിൽ കിടക്കുന്ന ദൈവത്തെ മനസ്സിൽ കാണുക. കുരിശിൽ കിടക്കുന്ന ദൈവത്തെ ഒന്ന് കണ്ണുകടച്ച്, എല്ലാവരും ഒന്ന് കണ്ണുകടച്ച്, എന്നിട്ട് ഒരു ക്രൂശിത രൂപം, അതിൽ ഈശോ കിടപ്പുണ്ട്. ഗാഗുൽത്ത മലയിലാണ് അവൻ മരിച്ചിട്ടില്ല. അവനിപ്പോൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരീരം മുഴുവനും മുറിവേറ്റ് അവൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ മരിച്ചിട്ടില്ല. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ. നമ്മൾ ചെയ്ത പാപങ്ങളെ ഓർത്താണ് അവൻ കുരിശിനോട് ചേർന്നത്. അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ പാപങ്ങൾ ഉപേക്ഷിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. അവൻ്റെ മുഖത്ത് നിന്ന് കണ്ണ് മാറ്റുമ്പോഴാണ് വീണ്ടും പാപം നമ്മളെ കീഴടക്കുന്നത്. കാൽവരി മലയിൽ അവനെ നോക്കുന്ന ഒരുവൻ മാത്രമേ ക്രൈസ്തവൻ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നിരന്തരം കാൽവരിയിലുള്ള അവനെ കാണണം. അവിടെ നോക്കി അവൻ്റെ മുഖാമുഖം നിൽക്കുന്ന ഒരു വ്യക്തിക്കും അവൻ്റെ ദിവ്യ ശോഭയാൽ വരുന്ന ആ വഴികളിലൂടെ മാത്രമേ നടക്കാൻ സാധിക്കുകയുള്ളൂ. അവൻ്റെ മുഖകാന്തി കാണിച്ചിരുന്നൊരു വഴിയുണ്ട്, പാതയുണ്ട്, അതിലൂടെ മാത്രമേ നടക്കാൻ സാധിക്കുകയുള്ളൂ. അവനെ മറന്നാൽ നമ്മൾ പാപത്തെ പ്രണയിച്ചു തുടങ്ങും. അതുകൊണ്ട് തന്നെ അവനെ പ്രണയിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പാപത്തെ വെറുത്തു തുടങ്ങും. ദൈവമേ, പാപത്തെ വെറുക്കാൻ അനുഗ്രഹം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാൽവരി മലമേൽ നോക്കൂ നീ, കാൽവരി മലമേൽ നോക്കൂ നീ, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂകുന്നു.
രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ കയറി, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി. നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ. പാപാവസ്ഥകളെല്ലാം വെറുക്കാൻ ഒരു തീരുമാനമെടുക്കുക. ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സാപ്രകടനത്തെ പലതവണ നമ്മൾ ആവർത്തിച്ചിട്ടുണ്ട്, പാപത്തേക്കാൾ മരണമെന്ന്. ഡൊമിനിക് സാവിയോ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം ഇതാണ്, പാപത്തേക്കാൾ മരണം. അങ്ങനെ പലതവണ ചെറുപ്പം മുതലേ പറഞ്ഞു പഠിച്ചവരാണ് നമ്മളെല്ലാവരും. പക്ഷേ എന്നാലും ജീവിതത്തിൽ എപ്പോഴൊക്കെയോ ചില സന്നിഗ്ധാവസ്ഥകളിൽ നമ്മളറിയാതെ പാപത്തെ കൂടുതൽ സ്നേഹിച്ചു പോയി. പാപത്തെ ഞാൻ അറിയാതെ സ്നേഹിക്കുകയും പാപത്തോട് ചേർന്നപ്പോഴെല്ലാം ഞാൻ തള്ളിക്കളഞ്ഞൊരു സ്നേഹമുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം. ദൈവം നൽകിയ ഓരോ അവയവങ്ങളും ഉപയോഗിച്ച്, ദൈവം നൽകിയ ഓരോ അനുഗ്രഹങ്ങളും ഉപയോഗിച്ച് ഞാൻ എന്നെ തള്ളിക്കളയുകയായിരുന്നു. എന്തിനു വേണ്ടിയാണ്? പാപത്തെ സ്നേഹിക്കാൻ, പാപത്തെ പ്രണയിക്കാനായിട്ട്. പാപത്തിൽ ജീവിക്കുന്നവനെ, പാപത്തിൽ ജീവിക്കുന്നവനെ, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി. നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 8-ാം വാക്യം. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നമ്മൾ, പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നമ്മൾ വീണ്ടും അതിൽ ജീവിക്കുന്നത് എങ്ങനെ? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു, പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നമ്മൾ വീണ്ടും അതിൽ ജീവിക്കുന്നത് എങ്ങനെയാണ്? ആലോചിച്ച് നോക്കുക. ക്രൈസ്തവരെന്ന രീതിയിൽ വിശുദ്ധ മാമോദീസായിലൂടെ പാപത്തിൽ മരിച്ച് നമ്മൾ അവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റവരാണ്. എന്നിട്ട് വീണ്ടും അതേ പാതകൾ പുൽകാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു? പാപത്തെ വ്യക്തമായ ബോധ്യമുള്ളവരാണ് നമ്മളെല്ലാവരും. പാപത്തിൽ ജീവിച്ചുകൊണ്ട് പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്നും അത് ദൈവനിന്ദയാണെന്നും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതാണെന്നും വ്യക്തമായ ബോധ്യമുള്ളവരാണ് നമ്മൾ. എന്നിട്ടും നമ്മൾ കരങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചില്ല, എന്നിട്ട് നമ്മൾ കണ്ണുകളെ നിയന്ത്രിക്കാൻ പഠിച്ചില്ല, എന്നിട്ട് നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചില്ല, എന്നിട്ട് നമ്മൾ നാവിനെ നിയന്ത്രിക്കാൻ പഠിച്ചില്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം. ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ ആധിപത്യം വഹിക്കാതിരിക്കട്ടെ. ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കുവാൻ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ ആധിപത്യം വഹിക്കാതിരിക്കട്ടെ. എല്ലാ ജഡമോഹങ്ങളെയും ഉപേക്ഷിക്കുവാൻ ഒരു തീരുമാനമെടുക്കണം. എല്ലാ ജഡമോഹങ്ങളെ ഉപേക്ഷിക്കുവാൻ മനസ്സുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി.
നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ. നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി. നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ. നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി. എഴുന്നേറ്റ് നിന്ന് നമുക്കെല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ തിരുസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന്റെ ദിവ്യകാനുരൂപന്റെ മുമ്പിലേക്ക് നോക്കി രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിൽ തൊട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പാപം സംഭവിച്ചവൻ ദാവീദിനെ പോലെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പാപം സംഭവിച്ചവൻ ദാവീദിനെ പോലെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ദാവീദിന് തെറ്റുപറ്റി കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് കിടന്നുകൊണ്ട് നെഞ്ചുരുകി ഉള്ളുരുകി പ്രാർത്ഥിച്ചത് എന്താണ്? ദൈവമേ, എൻ്റെ പാപങ്ങളുടെ ഒന്നും അനന്തര ഫലങ്ങൾ എൻ്റെ അടുത്ത തലമുറയിലേക്ക് ആഴ്ന്നിറങ്ങരുതെന്നാണ് പ്രാർത്ഥിച്ചത്. പാപ സങ്കീർത്തനം ചൊല്ലി അവൻ പ്രാർത്ഥിച്ചത് എന്താണ്? ദൈവമേ, ഞങ്ങളുടെ കാരണത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചത് എന്താണ്? ദൈവമേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നിട്ടും വിളിക്കപ്പെട്ടവനായിട്ടും എനിക്ക് തെറ്റുപറ്റിപ്പോയി. എൻ്റെ പാപങ്ങളൊന്നും എൻ്റെ മക്കളിലേക്ക് ആഴ്ന്നിറങ്ങരുതേ. എൻ്റെ പാപങ്ങളുടെ കറകളൊന്നും എൻ്റെ മക്കൾ അനുഭവിക്കേണ്ട അവസ്ഥ വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൻ ദൈവത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചത്. ഇന്ന് ദൈവത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നമുക്കും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കാലഘട്ടത്തിൽ ചില പാപഭാരങ്ങൾ ഇപ്പോഴും ഉള്ളിൽ പേറുന്നുണ്ട്. പ്രാർത്ഥിക്കേണ്ട ഒന്ന് മാത്രമേ ഉള്ളൂ. ദൈവമേ, ഞാൻ വീണുപോയവനാണ്, ദാവീദിനെ പോലെ വീണുപോയവനാണ്, ദാവീദിനെ പോലെ വീഴ്ചകളുടെ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലെ വീഴ്ചകളും ഭാരങ്ങളും ഒന്നും എൻ്റെ മക്കളിലേക്ക് ആഴ്ന്നിറങ്ങരുതേ. എൻ്റെ പാപക്കറകളൊന്നും എൻ്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ മക്കളിലേക്ക് പെയ്തിറങ്ങരുതേ. എൻ്റെ സിരകളിലൂടെ പടർന്നിറങ്ങിയ പാപത്തിൻ്റെ രക്തം അതെൻ്റെ മക്കളുടെ സിരകളിലേക്ക് ആഴ്ന്നിറങ്ങരുതേ നമുക്ക് പ്രാർത്ഥിക്കണം. എൻ്റെ മക്കളാരും എൻ്റെ പാപങ്ങളുടെ വഴികളെ പിന്തുടരാനായിട്ട് പാടില്ല. എൻ്റെ ദുർമാതൃകകൾ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എൻ്റെ സ്വഭാവത്തിലോ വാക്കുകളിലോ ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്ത ദുർമാതൃകകൾ, അതൊന്നും എൻ്റെ മക്കളിലേക്ക് ആഴ്ന്നിറങ്ങരുതേ നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. എൻ്റെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ കാണിച്ചു കൊടുത്ത ദുർമാതൃകകളുടെ എല്ലാ ലാഞ്ചനങ്ങളും പരിപൂർണമായിട്ട് തുടച്ചു മാറ്റണമെന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ദാവീദിനെ പോലെ നൊന്തുനേറി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഉള്ളുരുകി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയം വെങ്ങി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. എൻ്റെ മക്കളെ പറ്റി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ മക്കളുടെ ജീവിതാവസ്ഥകളെ പറ്റി പ്രാർത്ഥിക്കുമ്പോൾ, അവരുടെ ആത്മാവിനെ പറ്റി പ്രാർത്ഥിക്കുമ്പോൾ, അവരുടെ മനസ്സാക്ഷിയെ ഈശോയുടെ പക്കലേക്ക് സമർപ്പിക്കുമ്പോൾ എൻ്റെ ഉള്ളു വെങ്ങുന്നില്ല എങ്കിൽ, എൻ്റെ ഉള്ളുരുകി എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ പക്കലേക്ക് സമർപ്പിക്കുക. ദൈവമേ, എൻ്റെ മക്കൾക്ക് വേണ്ടി നൊന്തുനേറി പ്രാർത്ഥിക്കാനുള്ള കൃപയും വരങ്ങളും എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. അവരുടെ ജീവിതത്തെ അങ്ങേ പക്കലേക്ക് സമർപ്പിക്കുന്നത് പ്രാർത്ഥിക്കുക. അവരുടെ ജീവിതത്തിലെ എല്ലാ വിഷമഘട്ടങ്ങളെയും, അവർ സഞ്ചരിക്കുന്ന ഒരു വഴികളിലും പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കാനായിട്ട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. അവരുടെ പാതയാണ് ഞാൻ. ഒരു കുടുംബനാഥൻ എന്ന രീതിയിൽ അവരുടെ ജീവിതത്തിൽ വഴി തെളിക്കേണ്ടവനാണ് ഞാൻ തന്നെ നിന്റെ സന്നിധിയിലേക്കുള്ള അവരുടെ വഴി മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥകളെ ഓർത്തെല്ലാം നമുക്ക് മാപ്പ് ചോദിക്കാം. പാപത്തിൽ ജീവിക്കുന്നവനേ, പാപത്തിൽ ജീവിക്കുന്നവനേ, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ. നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ. പാപത്തിൽ ജീവിക്കുന്നവനേ, പാപത്തിൽ ജീവിക്കുന്നവനേ, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ. നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി. നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ. നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി. കുടുംബത്തിലെ പാപാവസ്ഥകളെ ഓരോന്നിനെയും ഈശോയുടെ പക്കലേക്ക് സമർപ്പിക്കാം.
എൻ്റെ കുടുംബത്തിൽ പാപം കീഴടക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ്? അതിന് ഞാൻ കാരണക്കാരനായത് എങ്ങനെയൊക്കെയാണ്? എന്നിലൂടെ കുടുംബത്തിലേക്ക് പ്രവേശിച്ച പാപങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ കുടുംബനാഥനാണ്, കുടുംബനാഥയാണ്. വാതിൽ പടിക്കൽ പ്രാർത്ഥനയോടെ നിന്ന് പാപത്തെ നിഹനിക്കേണ്ടവനാണ്. വാതിൽ പടിക്കൽ പ്രാർത്ഥനയോടെ നിന്ന് പാപങ്ങളെ ഇല്ലായ്മ ചെയ്യേണ്ടവനാണ് കുടുംബനാഥൻ, കുടുംബനാഥ. ആ ഞാൻ തന്നെ വഴി തെളിച്ച് കുടുംബത്തിലേക്ക് പ്രവേശിപ്പിച്ച പാപങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ തന്നെ എൻ്റെ അലസത മൂലം എൻ്റെ കുടുംബത്തിലേക്ക് വാതിൽ തുറന്നു കൊടുത്ത് പ്രവേശിപ്പിച്ച പാപങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഓർത്തു അവ ഞാൻ കൊണ്ട് അവസാനിക്കുമെന്ന്. പക്ഷേ അതിൻ്റെ മക്കളിലേക്ക് ആഴ്ന്നിറങ്ങി ഒരു ദുരവസ്ഥയോടെ കടന്നു പോവുകയാണ്. ഞാനെന്ന കുടുംബനാഥ അനേക വർഷങ്ങളായി കരഞ്ഞ് കണ്ണീരൊഴുക്കാൻ തുടങ്ങിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ ജീവിത പങ്കാളിയുടെ ഒരു മാനസാന്തരത്തിന് വേണ്ടിയിട്ടാണ്. ഞാനെന്ന കുടുംബനാഥൻ അനേക വർഷങ്ങളായിട്ട് എൻ്റെ ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും എഴുതി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര വർഷമായി? വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ആരംഭിച്ചതാണ് കണ്ണീരിൻ്റെ ഈ ജീവിതം. ഓരോ ദിവസവും ദേവാലയത്തിലേക്ക് പോകുമ്പോഴത്തേക്കും തീരുമാനിക്കും എന്ന് കരയരുത് എന്ന്. തിരുസ്വരൂപത്തിന് മുമ്പിൽ ആശ്വാസം നൽകുന്ന ആ ദൈവത്തിന് മുമ്പിൽ എത്തിക്കഴിയുമ്പോൾ അറിയാതെ വിങ്ങി പൊട്ടി പോവുകയാണ് കുടുംബത്തിലെ അവസ്ഥകൾ ഓർത്തുകൊണ്ട്. അത്തരത്തിൽ നിരന്തരമായിട്ട് കണ്ണീരിൽ കഴിയുന്ന ഒരു കുടുംബനാഥയാണോ നിങ്ങൾ? ഏറ്റവും ഒടുവിൽ പ്രാർത്ഥനകൾക്കെല്ലാം ഒടുവിൽ ദൈവം പ്രാർത്ഥന കേട്ടു. ജീവിത പങ്കാളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ആ ശുഭ പ്രതീക്ഷയോട് കൂടി നന്ദി പറയാൻ ദേവാലയത്തിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന കുടുംബനാഥ വീണ്ടും കാണുന്നത് ആ പാപങ്ങൾ പേറിക്കൊണ്ട് കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്ന മകനെയാണ്. ഇത്രയും നാളും ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വന്ന, കണ്ണീരൊഴുക്കേണ്ടി വന്ന അമ്മ ഇത് പിന്നീട് അന്നത്തെ ആ ദിവസം മുതൽ മകന് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കേണ്ട ദുരവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. ആലോചിച്ച് നോക്കുക, ആ ജീവിത പങ്കാളിയുടെ അവസ്ഥ എന്താണ്? ഒരു ജീവിതം മുഴുവൻ കണ്ണീരിലാഴേണ്ട അവസ്ഥ, ഒരു ജീവിതം മുഴുവൻ കണ്ണീര് മാത്രം ഹോമിച്ച് നടക്കേണ്ട ഒരവസ്ഥ, ഒരു ആയുസ് മുഴുവനും കണ്ണീരിനെ ജപിച്ച് പ്രാർത്ഥിച്ച ഒരമ്മയായിട്ട് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിത പങ്കാളി അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക, എനിക്കതിൽ പങ്കുണ്ട്, എനിക്കതിൽ വലിയ പങ്കുണ്ട്. ആ പാപങ്ങളെല്ലാം ഈശോയുടെ പക്കലേക്ക് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ കുടുംബത്തിലെ ഏതെങ്കിലും വ്യക്തിയുടെ കണ്ണീരിന് ഞാൻ കാരണമായിട്ടുണ്ടെങ്കിൽ, നിരന്തരമായ സങ്കടങ്ങൾക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ, ഞാൻ കാരണം മനസ്സ് പതറിയ വ്യക്തികളായിട്ട് എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ജീവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈശോയെ മാപ്പ് ചോദിക്കുന്നു പറഞ്ഞുകൊണ്ട് നമുക്ക് അവനെ പ്രാർത്ഥിക്കാം. ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ കയറി, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ പാപങ്ങളെ സമർപ്പിക്കുന്ന സമയമാണ്. നമുക്ക് പല രീതിയിലുള്ള തെറ്റുകൾ പറ്റാറുണ്ട്. ചില സമയത്ത് നമ്മുടെ മനസ്സിൽ ചില അഹങ്കാരങ്ങൾ കയറും, ചില അഹന്തകൾ കയറും. എൻ്റെ ഉള്ളിൽ പാപമൊന്നുമില്ല എന്ന് ഞാൻ ചിന്തിക്കും. അത് ആത്മാവിൻ്റെ അരൂപി നഷ്ടപ്പെടുന്നതാണ്. പാപങ്ങൾ ഓർത്തെടുക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അരൂപി വേണം. എനിക്ക് പാപങ്ങൾ ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിന് കാരണം ആത്മാവിൻ്റെ അരൂപി നഷ്ടപ്പെട്ടു പോയെന്നുള്ളതാണ്. നിരന്തരമായിട്ട് വിശുദ്ധ കുമ്പസാരം നടത്തുന്ന ഒരാൾക്ക് ഒരുപാട് പാപങ്ങൾ ഓർത്തെടുക്കാൻ സാധിക്കുന്നു. എന്നാൽ ചില വ്യക്തികൾ 10 വർഷം കഴിഞ്ഞിട്ട് വിശുദ്ധ കുമ്പസാരം നടത്താൻ വരുമ്പോൾ 1-2 പാപങ്ങൾ മാത്രമേ ഓർത്തെടുക്കാൻ സാധിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? 10 വർഷം കഴിഞ്ഞ് വരുന്ന ആളിന് എത്രത്തോളം പാപങ്ങൾ ഓർത്തെടുക്കാൻ സാധിക്കേണ്ടതാണ്, പക്ഷെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ആത്മാവിൻ്റെ അരൂപി ഇറങ്ങിപ്പോയി, ആത്മാവിൻ്റെ അരൂപി നഷ്ടപ്പെട്ടു പോയി, പാപങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഒടുവിൽ ഞാൻ സ്വയം ചിന്തിക്കും, എൻ്റെ ഉള്ളിൽ പാപങ്ങളൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ആത്മീയമായ അഹങ്കാരം പേർ ഞാൻ ജീവിച്ചിട്ടുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. ഞാൻ ഒരുപക്ഷെ ധ്യാന കേന്ദ്രങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്കൊരുപക്ഷെ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പ്രാർത്ഥനകൾ നടത്താനായിട്ട് സാധിക്കും, പലരെയും നയിക്കാനായിട്ട് സാധിക്കും, ധ്യാന ചിന്തകൾ നൽകാനായിട്ട് സാധിക്കും. ഞാൻ നന്നായിട്ട് ബൈബിൾ വ്യാഖ്യാനിക്കാറൊക്കെ ഉണ്ടായിരിക്കാം. ആ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ എൻ്റെ ഉള്ളൊരു ആത്മീയ അഹങ്കാരം ചിലപ്പോൾ നിറയും. ആ ആത്മീയ അഹങ്കാരം എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും. എന്നിലേക്ക് മാത്രം ചുരുങ്ങാനും ദൈവത്തിൽ നിന്ന് അകന്നു പോകാനും അത് കാരണമാകും. ഞാനൊന്നുമല്ല, ഞാൻ വീഴ്ചയുള്ളവരാണെന്ന് സ്വയം അംഗീകരിക്കുക, എളിമയോടെ അംഗീകരിക്കുക. ചിലപ്പോഴെങ്കിലുമൊക്കെ എൻ്റെ തെറ്റുകൾ ഞാൻ മറ്റാരെങ്കിലും അടിച്ചേൽപ്പിക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. മറ്റാരെങ്കിലുമൊക്കെ അടിച്ചേൽപ്പിക്കുക. എൻ്റെ തെറ്റുകൾക്ക് കാരണക്കാരൻ മറ്റാരെങ്കിലുമൊക്കെ ആണ് എന്ന് ഞാൻ സ്വയം വിചാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് എപ്പോഴും മറ്റുള്ളവരെ വിധിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കും. അത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ടോ?
ദൈവം പറയുകയാണ്, നീ എളിമപ്പെടുക. എളിമയുള്ള ഒരു മനസ്സുമായിട്ട് മാത്രമേ നിനക്ക് എന്നെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. എളിമയുള്ള മനസ്സുമായിട്ട് മാത്രമേ നിനക്ക് എൻ്റെ പക്കലേക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. എളിമയുള്ള മനസ്സോടുകൂടി മാത്രമേ എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പക്കലേക്ക്, അവൻ്റെ കരുണയുടെ പക്കലേക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഉള്ളിൽ അഹങ്കാരം നിറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ അനുതാപത്തിൻ്റെ അവസരങ്ങളും ഞാൻ തട്ടിത്തെറിപ്പിക്കും. ഉള്ളിൽ അഹങ്കാരം നിറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനുദപിക്കാനുള്ള എല്ലാ അവസരങ്ങളും പാഴാക്കി കളയും. അത്തരത്തിൽ അനുതാപത്തിൻ്റെ അവസരങ്ങൾ പാഴാക്കിയ സമയങ്ങൾ, അതിന് ഞാൻ നിരത്തിയ കാരണങ്ങൾ എന്തൊക്കെയാണ്? അനുതാപത്തിൻ്റെ അവസരങ്ങൾ തള്ളിക്കളഞ്ഞ സമയങ്ങൾ, അതിന് ഞാൻ നിരത്തിയ കാരണങ്ങൾ എന്തൊക്കെയാണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. ദൈവമേ, എളിയവനായ എന്നെ ഞാൻ തന്നെ ഒന്ന് അംഗീകരിക്കാനായിട്ട്, എന്നെ തന്നെ തിരിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ പാപങ്ങൾ എന്നേക്കാൾ വളർന്നിരിക്കുന്നു. എൻ്റെ പാപങ്ങൾ എന്നെ കീഴടക്കിയിരിക്കുന്നു. പല പാപങ്ങളെ വിട്ടുപേക്ഷിക്കാനായിട്ട് മനസ്സുണ്ടെങ്കിലും ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും ആ ആഗ്രഹങ്ങൾ വളർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവമേ, അനുതാപത്തിൻ്റെ വലിയ കൃപ നൽകണമേ എന്ന് നെഞ്ചുരുക്കി നമുക്ക് പ്രാർത്ഥിക്കാം. നീതിമാന്യനാ അന്യരെ താഴ്ത്തി ദുർവിധികൾ ഞാൻ ചെയ്യില്ല. നീതിമാന്യനായി അന്യരെ താഴ്ത്തി ദുർവിധികൾ ഞാൻ ചെയ്യില്ല. പാപകാരണം അന്യരാണെന്ന് ന്യായവാദവും ചെയ്യില്ല. പാപകാരണം അന്യരാണെന്ന് ന്യായവാദവും ചെയ്യില്ല. അങ്ങനെ ചെയ്തപ്പോഴെല്ലാം ഞാൻ ആത്മവഞ്ചന, എത്രയോ തവണ നമ്മൾ സ്വയം വഞ്ചിച്ചിട്ടുണ്ട്. എന്നെ പാപമില്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് എത്രയോ തവണ നമ്മൾ സ്വയം വഞ്ചിച്ചിട്ടുണ്ട്. പലപ്പോഴും യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് കണ്ണ് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ സ്വയം വഞ്ചിച്ചവരായിട്ട് പലപ്പോഴും ജീവിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ഞാൻ തെറ്റ് പറ്റിയെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിലും പലപ്പോഴും ഞാൻ ന്യായീകരിക്കാൻ പരിശ്രമിക്കും. അതല്ല എങ്കിൽ മറ്റാരെങ്കിലും കാരണമാണ് ഇതിന് തെറ്റിന് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്വയം ആ പാപത്തിൻ്റെ ചിന്ത ഉള്ളിൽ നിന്ന് മാറ്റാനായിട്ട് പരിശ്രമിക്കും. ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ദൈവത്തെയോ? എൻ്റെ വീഴ്ചകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് എൻ്റെ ദൈവത്തിനറിയാം. എൻ്റെ പാപങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് എൻ്റെ ദൈവത്തിനറിയാം. അവൻ കാണാതെ എൻ്റെ ചുറ്റും ഒന്നും സംഭവിക്കുന്നില്ല. മിസ്റ്റർ ഡോൺ ബോസ്കോയെ വിശുദ്ധിയിൽ വാർത്തെടുത്തത് അങ്ങനെയാണ്. മിസ്റ്റർ മമാ മാർഗരറ്റ് എപ്പോഴും പറയും, ദൈവം നിന്നെ കാണുന്നുണ്ട്, അത് മറക്കരുത് എന്നുള്ള കാര്യം. അങ്ങനെ ദൈവം നിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ദൈവം നിന്നെ നിരന്തരമായിട്ട് കാണുമ്പോൾ എങ്ങനെ നീ ആരെയാണ് വഞ്ചിക്കുന്നത്? ദൈവത്തെ വഞ്ചിക്കുന്നു? ഇല്ല, നീ സ്വയം വഞ്ചിക്കുകയാണ്. ആത്മവഞ്ചന ചെയ്തുകൊണ്ടൊരു ജീവിതമായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. ഒരുപാട് പാപങ്ങളുണ്ടായിരുന്നുവെങ്കിലും ഒരുപാട് തെറ്റുകളുണ്ടായിരുന്നുവെങ്കിലും അതിനെ അംഗീകരിക്കാതെ ന്യായങ്ങൾ നിരത്തി, വാദങ്ങൾ നിരത്തി ഞാൻ ദൈവത്തെ നകന്നു പോയപ്പോൾ ആരെയും വഞ്ചിച്ചതല്ല, ചുറ്റുമുള്ളവരെയല്ല. എനിക്കൊരു പക്ഷേ എൻ്റെ പാപങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വയ്ക്കാൻ ശ്രമിക്കും, പറ്റുമായിരിക്കാം. 1000 പേരിൽ നിന്ന് എൻ്റെ പാപങ്ങൾ എനിക്ക് മറച്ചു വയ്ക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടായിരിക്കാം. 1000 പേരെ ഒരുപക്ഷെ നീതിമാനായിട്ട് അഭിനയിച്ച് കാണിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരിക്കാം. പക്ഷേ നിനക്ക് ദൈവത്തെ വഞ്ചിക്കാനാവില്ല. നീ വഞ്ചിച്ചത് മറ്റുള്ളവരെയല്ല, നിന്നെ തന്നെയാണ് വഞ്ചിച്ചത്. നീ വഞ്ചിച്ചത് സ്വയം വഞ്ചിച്ചുകൊണ്ടൊരു ജീവിതം ഒരിക്കലും എന്നെ എങ്ങോട്ട് നയിക്കില്ല. ആത്മവഞ്ചന ചെയ്തുകൊണ്ടൊരു ജീവിതം എന്നെ ഒരിക്കലും സ്വർഗത്തിലേക്ക് നയിക്കില്ല. ആത്മവഞ്ചന ചെയ്തു ഞാൻ എൻ്റെ പാപത്തെ പൂഴ്ത്തി വയ്ക്കില്ല. കള്ളക്കുമ്പസാരത്തിൻ്റെ സമയങ്ങളൊന്ന് ഓർത്തെടുക്കുക. എത്രയോ പാപങ്ങൾ വിശുദ്ധ കുമ്പസാരത്തിന് മറച്ചു വെച്ചിട്ടുണ്ട്. എത്രയോ പാപങ്ങൾ മനഃപൂർവ്വം ഞാൻ പറയാതിരുന്നിട്ടുണ്ട്. ചില പാപങ്ങൾ വിശുദ്ധ കുമ്പസാരക്കൂട്ടിൽ പറഞ്ഞാലും അത് ഉപേക്ഷിക്കാനുള്ള ഉറപ്പ് എനിക്കില്ലാത്തത് കൊണ്ട് മനഃപൂർവ്വം ഞാൻ കുമ്പസാരക്കൂട്ടിൽ നിന്ന് അകന്നു പോയിട്ടില്ലേ? ആത്മവഞ്ചന ചെയ്തു ഞാൻ എൻ്റെ പാപത്തെ പൂഴ്ത്തി വയ്ക്കില്ല. പാപമേതുമേ എന്നിലില്ലെന്ന് ചൊല്ലും വിധി ഞാൻ ആകില്ല. പാപമേതുമേ
എന്നിലില്ലെന്ന് ചൊല്ലും വിധി ഞാനാകില്ല. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടുമെൻ പാപം ഞാനേറ്റു ചൊല്ലിടാം. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടുമെൻ പാപം ഞാനേറ്റു ചൊല്ലിടാം. ശാന്തമായിട്ടിരിക്കുക, ശാന്തമായിട്ടിരിക്കുക, ശാന്തമായിട്ടിരിക്കുക. നമ്മൾ എന്നെ ചെയ്യാൻ പോകുന്നത് നമുക്ക് പൊറുക്കപ്പെടാനുള്ള നമ്മുടെ മുറിവുകൾ ഓർത്തെടുക്കുന്ന സമയമാണ്. നമ്മുടെ ക്ഷമിക്കപ്പെടാത്ത മുറിവുകൾ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് സാധിക്കില്ല. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തി ഒരിക്കലും ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ടവനായിട്ട് മാറുന്നുമില്ല. കാരണം അവൻ ഏറ്റവും ഒടുവിൽ സംസാരിച്ച സുവിശേഷം അതായിരുന്നു. അവൻ ജീവിതകാലം മുഴുവനും 3 വർഷം ഗലീലയിലുടനീളം ചുറ്റി സഞ്ചരിച്ചതിന് ശേഷം ഏറ്റവും ഒടുവിൽ മരിക്കുന്നതിന് മുമ്പ് ഏറ്റവും വിശിഷ്ടമായൊരു സന്ദേശം അവൻ കാത്തുവെച്ചു. ഏറ്റവും വിശിഷ്ടമായ സന്ദേശം എന്ന് വെച്ചാൽ, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ ലോകത്തിന് അവൻ എന്താണ് അവനോട് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഏറ്റവും അവസാനം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ആ വാചകമാണ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. എന്ന് വെച്ചാൽ എന്താണ്, ഇവരെന്തൊക്കെ തെറ്റുകൾ എന്നോട് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. മരണത്തിൻ്റെ നടുവിൽ കടന്നുകൊണ്ടാണ് സിരകളിലൂടെ ഈ മരണം ഇങ്ങനെ പടർന്നിറങ്ങുമ്പോൾ, അതായത് മുറിവുകളിലൂടെ രക്തമേറ്റ് മരണം ശരീരത്തെ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവൻ പറഞ്ഞ സന്ദേശം ഇതാണ്, ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. എന്തിനാണ് ആ സമയത്തേക്ക് അത് വെച്ചത്? എന്തിനാണ് മരണത്തിന് തൊട്ട് മുമ്പ് വെച്ചതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രക്ഷയിലേക്കുള്ള അവസാനത്തെ താക്കോലതാണ്. ഞാൻ രക്ഷിക്കപ്പെടണമെങ്കിൽ ഇതുവരെ എന്നോട് ചെയ്ത എല്ലാ ദ്രോഹങ്ങളും ഞാൻ ക്ഷമിക്കണം. അതുകൊണ്ട് അവൻ രക്ഷയിലേക്ക് അവൻ പ്രവേശിച്ചത് എങ്ങനെയാണ്? ഇതുവരെയുള്ളതെല്ലാം ക്ഷമിച്ചുകൊണ്ടാണ് പ്രവേശിച്ചത്. അവിടെ വെച്ച് അവൻ എനിക്ക് കാണിച്ചു തരുന്നതാണ്, നിന്റെ രക്ഷയുടെ താക്കോൽ ഇവിടെയാണ്. നീ ക്ഷമിക്കാൻ തയ്യാറാവണം, നീ ക്ഷമിക്കാൻ തയ്യാറാവണം, നീ പൊറുക്കാൻ തയ്യാറാവണം. ക്ഷമിക്കപ്പെടാത്തതായിട്ട് നിന്റെ മനസ്സിൽ എന്തൊക്കെയുണ്ട്, അത് ചിലത് ക്ഷമിക്കുക, ചിലത് ക്ഷമിക്കാതിരിക്കുക എന്നുള്ളതല്ല. അതല്ല നിന്നെ പ്രതീക്ഷിക്കുന്നത്. ഈശോ എന്താണ് ചെയ്തത്? എൻ്റെ ഉള്ളിൽ എൻ്റെ ശരീരം മുഴുവൻ ഒരുപാട് മുറിവുകളുണ്ട്, പാടുകളുണ്ട്. ചിലതൊക്കെ പൊറുക്കപ്പെടുന്ന പാപം, ചിലതൊക്കെ ചെറിയ മുറിവുകളാണ്, ചിലതൊക്കെ വലിയ മുറിവുകളാണ്, ചിലതൊക്കെ മരണകരമായ മുറിവുകളാണ്, മരണത്തിലേക്ക് നയിച്ച മുറിവുകളുണ്ട്. ഈശോ കുരിശിൽ കടന്ന് പറഞ്ഞില്ലല്ലോ. എന്താ പറഞ്ഞത്? എൻ്റെ ചെറിയ മുറിവുകൾ ഏൽപ്പിച്ചവരോട് നീ ക്ഷമിക്കണമെന്ന് പറഞ്ഞില്ല. എൻ്റെ വലിയ മുറിവുകൾ ഏൽപ്പിച്ചവരോട് നീ ക്ഷമിക്കരുതേ എന്ന് അവൻ പറഞ്ഞില്ല. ചെറുതും വലുതുമായ മുറിവുകൾ, വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ ഈ വഴിയിലുടനീളം എന്നെ മുറിവേൽപ്പിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത്രത്തോളം ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എല്ലാം അവരറിയാതെ ചെയ്തതാണ്. പരിപൂർണമായിട്ട് നീ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ഈ ലോകത്തോട് വിട പറയുന്നത്. നമ്മുടെ കണ്ണീരിൻ്റെ അനുഭവങ്ങൾക്ക് കാരണമായ വ്യക്തികൾ ഒരുപാട് നമ്മുടെ മനസ്സിലൂടെ ഇപ്പോൾ മറന്നു പോകുന്നുണ്ടായിരിക്കാം. ആലോചിച്ച് നോക്കുകയും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പൊറുക്കപ്പെടാത്ത ഒരു കണ്ണീരിൻ്റെ അവസ്ഥകൾ സമ്മാനിച്ച ഒരുപാട് വ്യക്തികൾ എൻ്റെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം. ഞാൻ ക്ഷമിച്ചിരുന്നുവെങ്കിൽ അവരാരും എൻ്റെ മനസ്സിലേക്ക് വരില്ലായിരുന്നു. ഇപ്പോഴും അതെല്ലാം എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ചില സംഭവങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അവിടെ അതിനർത്ഥം അവരുടെ ക്ഷമ സാധ്യമായിട്ടില്ല. എൻ്റെ ഉള്ളിലൊരു മുറിവ് കിടപ്പുണ്ട്. വിങ്ങുന്ന മുറിവുമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, നീറുന്ന മുറിവുമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇതുപോലെ എന്തെങ്കിലും കേട്ട് കഴിയുമ്പോൾ ആ മുറിവ് ചെറുതായിട്ട് ഒന്ന് ഉടക്കും. അത് വീണ്ടും വേദന ഉളവാക്കും. ഞാൻ വീണ്ടും ആ വ്യക്തികളെ പറ്റി ചിന്തിക്കാൻ തുടങ്ങും. വീണ്ടും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ പക വിങ്ങാനായിട്ട് തുടങ്ങും. കണ്ണുനീരിൻ്റെ എല്ലാ അനുഭവങ്ങളും സമ്മാനിച്ച എല്ലാ വ്യക്തികളെയും ഈശോയുടെ പക്കലേക്ക് സമർപ്പിക്കുന്ന സമയമാണ്. എൻ്റെ കുടുംബത്തിലുള്ളവർ എന്നെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ഈശോയുടെ പക്കലേക്ക് സമർപ്പിക്കാം. എൻ്റെ സഹോദരങ്ങൾ എന്നെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, പണത്തിന് വേണ്ടിയോ സ്വത്തിനു വേണ്ടിയോ എന്തിനു തന്നെയാണെങ്കിലും ആ മുറിവേറ്റതിൻ്റെ വേദനയിലാണ് ഞാൻ കഴിയുന്നതെങ്കിൽ, ക്ഷമിക്കപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. എൻ്റെ മുറിവുകൾ സമർപ്പിക്കുകയല്ല, ആ മുറിവേൽക്കാൻ കാരണമായവനോട് ക്ഷമിച്ചുകൊണ്ട് ഇവിടെ സമർപ്പിക്കുക. ഈ ദിവ്യകാരുണ്യ രൂപന്റെ മുമ്പിൽ സമർപ്പിക്കുക. എന്നെ മുറിവേൽപ്പിച്ചത് സഹോദരനാണോ? ഞാൻ സമർപ്പിക്കേണ്ടത് ആ മുറിവല്ല, ആ സഹോദരനെ സമർപ്പിക്കണം. എന്നെ മുറിവേൽപ്പിച്ചത് എൻ്റെ അയൽക്കാരനാണോ? ഞാൻ സമർപ്പിക്കേണ്ടത് ആ മുറിവല്ല, ആ മുറിവേൽപ്പിച്ച അയൽക്കാരനെ സമർപ്പിക്കണം. എന്നിട്ട് പറയേണ്ടത് എന്താണ്?
ദൈവമേ, അവൻ ചെയ്തതെന്താണെന്ന് അവൻ അറിഞ്ഞില്ല, അവൻ പറഞ്ഞതെന്താണെന്ന് അവൻ അറിഞ്ഞില്ല. ആ സമയത്തെ വികാരത്തള്ളലിൽ അവൻ്റെ നാവിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ആ ഒരു വാക്ക് എൻ്റെ ഉള്ളിനെ കീറിമുറിച്ചു, എൻ്റെ ഹൃദയത്തെ കീറിമുറിച്ചു. എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഞാൻ പോറ്റി വളർത്തിയ എൻ്റെ മക്കള്, അവരെ നാവിൽ നിന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ചില വാക്കുകൾ എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് ഉലച്ചു കളഞ്ഞ ദൈവമേ. ചില സമയത്ത് ഞാൻ ചിന്തിച്ചു പോയി, എന്തിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്? ഒരു ജീവിതം മുഴുവൻ, ആയുസ് മുഴുവൻ പേറി ഞാൻ വളർത്തിയ എൻ്റെ മക്കൾ എന്നോട് പറയുകയാണ്, നിങ്ങൾക്കിവിടെ ഒരു വിലയുമില്ല എന്ന് പറയുന്നു. എൻ്റെ കുടുംബത്തിലൊരു വിലയില്ലാത്തവനെ പോലെ ഞാൻ ജീവിക്കുന്നു. എൻ്റെ വാക്കുകൾക്ക് വിലയില്ലാത്തവനാണ് എൻ്റെ കുടുംബത്തിൽ കഴിയേണ്ടതായിട്ട് വരുന്നു. എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു വിലയില്ലാത്ത അവസ്ഥയുടെ കടന്നു പോകേണ്ടി വരുന്നു. ആലോചിച്ച് നോക്കുക, എൻ്റെ മുറിവ് എത്രത്തോളം ഉണ്ട്. കുടുംബത്തിൽ തള്ളപ്പെടുന്ന, കുടുംബത്തിലെ മാറ്റി നിർത്തപ്പെടുന്ന, കുടുംബത്തിലെ വാക്കുകൾക്ക് വിലയില്ലാതെ പോകുന്ന ഒരു കുടുംബനാഥൻ്റെ വിങ്ങൽ വളരെ വലുതായിരിക്കും. ആ മുറിവിന് കാരണമായത് എൻ്റെ കുടുംബത്തിലെ ഏത് വ്യക്തി ആയിക്കൊള്ളട്ടെ, ആ വ്യക്തിയുടെ ഈ ദിവ്യകാരണനാഥൻ്റെ പാദമാണിത്, അവൻ്റെ മുഖമാണിത്, അവൻ്റെ പാദമാണിത്. ഈ കാൽക്കലേക്കാണ് ഞാനിത് സമർപ്പിക്കേണ്ടത്. ഞാനിപ്പോൾ മനസ്സ് നൊന്ത്, മനസ്സ് മുഴുവനായിട്ട് സമർപ്പിച്ച് എന്നെ മുറിവേൽപ്പിച്ചവരെ ഈ പാദത്തിലേക്ക് സമർപ്പിക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സ് വലിയൊരു ശാന്തതയിലൂടെ കടന്നു പോകും, എൻ്റെ മനസ്സ് വലിയൊരു സമാധാനത്തിലൂടെ കടന്നു പോകുമെന്ന് തിരുവചനം നമ്മളെ എപ്പോഴും ഓർപ്പിക്കുന്നുണ്ട്. കണ്ണുനീരെന്നു മാറുമോ, വേദനകൾ എന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ, വേദനകൾ എന്നു തീരുമോ? കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീരെന്നു മായുമോ, വേദനകൾ എന്നു തീരുമോ? കണ്ണുനീരെന്നു മായുമോ, വേദനകൾ എന്നു തീരുമോ? കഴിഞ്ഞ കാലങ്ങളിൽ ഏൽക്കേണ്ടി വന്ന ചില ചതികൾ, കഴിഞ്ഞ കാലങ്ങളിൽ ഏൽക്കേണ്ടി വന്ന ചില ചതികൾ, ജോലിയുടെ മേഖലയിലായിരിക്കാം, ഉറ്റ സുഹൃത്തുക്കൾ നൽകിയ ചില ചതിക്കുഴികൾ, അതിൽപ്പെട്ട് സർവം നശിച്ചവനായിട്ട് നീ ജീവിക്കുന്നുണ്ടായിരിക്കാം. സർവം നശിച്ചുപോയി. അതുവരെ ഞാനൊരു കൊട്ടാരം പോലെ പണിതുയർത്തിക്കൊണ്ടുവന്ന പലതുമുണ്ടായിരുന്നു. എൻ്റെ ഓരോ സ്വപ്നങ്ങളും മാറ്റിവെച്ച് എൻ്റെ കുടുംബത്തിന് വേണ്ടി ത്യാഗം അനുഷ്ഠിച്ച് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ചില സൗധങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പിന്നിൽ ഒരുപാട് ത്യാഗങ്ങളുണ്ട്. എൻ്റെ ഒരുപാട് വിയർപ്പുണ്ടായിരുന്നു, ഒരുപാട് കണ്ണീരുണ്ടായിരുന്നു, ഞാൻ ചെലവഴിച്ച ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ കുടുംബത്തിൽ ഏൽക്കേണ്ടി വന്ന ചില ചതികൾ, എൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ലാതായിട്ട് മാറി. എൻ്റെ ജീവിതകാലം മുഴുവനും ഒരു മൂത്ത മകൻ എന്ന രീതിയിലോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം പേറി വന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ എൻ്റെ സമ്പാദ്യം മുഴുവൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഞാൻ ആരുമല്ലാത്തവനെ പോലെ എൻ്റെ സഹോദരങ്ങൾ എന്നെ തള്ളി പറയുന്ന അവസ്ഥ, ഞാനും ആരുമല്ലാത്തവനെ പോലെ എൻ്റെ മാതാപിതാക്കൾ എന്നെ തള്ളിക്കളയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നായിരിക്കാം. വിളിച്ചു പറയുന്നു, പെറ്റമ്മ മറന്നാലും നിന്നെ മറക്കാത്തൊരു സ്നേഹമാണ് ഞാൻ. നിനക്ക് തകർന്നു പോയതെല്ലാം വീണ്ടെടുക്കുവാൻ എൻ്റെ ശക്തി മാത്രം മതി. നിനക്ക് തകർന്നു പോയതെല്ലാം വീണ്ടെടുക്കുവാൻ എൻ്റെ കരുണയൊന്ന് മാത്രം മതി, എൻ്റെ സ്നേഹമൊന്ന് മാത്രം മതി. നിന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് നീ എന്നോട് ചേർന്ന് നിൽക്കുക. ഞാൻ നഷ്ടപ്പെടുത്താത്തോളം കാലം, ഞാൻ തള്ളിക്കളയാത്തോളം കാലം നിനക്കൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. ഞാൻ ഉപേക്ഷിക്കാത്തോളം കാലം നീ ഒരു നഷ്ടങ്ങളുടെ മനുഷ്യനല്ല. വീഴണമെന്ന് ഞാൻ തീരുമാനിക്കാത്തോളം കാലം നീ വീഴ്ചയുടെ മനുഷ്യനല്ല. ഉപേക്ഷിക്കപ്പെടണമെന്ന് ഞാൻ തീരുമാനിക്കത്തോളം കാലം നീ ഒരു ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യനുമല്ല. ആ ദൈവത്തിന്റെ പക്കലേക്ക് നമുക്ക് സമർപ്പിക്കാം. ചതിയുടെ ഓർമ്മകൾ, ചതിക്കപ്പെട്ട ഓർമ്മകൾ, അത് ഏൽപ്പിച്ച മുറിവുകൾ ഓരോന്നും ഈശോയുടെ പക്കലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ആ ചതിച്ച വ്യക്തികൾ ഓരോന്നും, വഞ്ചിച്ച വ്യക്തികളെ ഓരോന്നും അവന്റെ കരുണയുടെ പക്കലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈഹത്തിൽ ഒന്നുമില്ലായേ, നേടിയതെല്ലാം മിഥ്യയേ. ഈഹത്തിൽ ഒന്നുമില്ലായേ, നേടിയതെല്ലാം മിഥ്യയേ. പരദേശിയായുലകിൽ
അന്യനല്ലോ പരദേശിയായുലകിൽ ഇവിടെന്നും അന്യനല്ലോ കണ്ണുനീരെന്നു മാറുമോ വേദനകൾ എന്നു തീരുമോ കണ്ണുനീരെന്നു മാറുമോ വേദനകൾ എന്നു തീരുമോ കണ്ണുനീരെന്നു മാറുമോ വേദനകൾ എന്നു തീരുമോ. ചിലപ്പോൾ ജീവിതം തകർന്നു പോയി നമ്മൾ വിചാരിക്കുന്ന ചില സമയങ്ങളുണ്ട്. ജീവിതം അവസാനിപ്പിച്ച് കളഞ്ഞേക്കാമെന്ന് വിചാരിച്ച ചില സമയങ്ങൾ, മരണത്തെ പറ്റി ചിന്തിച്ച് പോയ ചില സമയങ്ങളുണ്ടായിരിക്കാം. എന്ന് വെച്ചാൽ മുന്നോട്ട് നോക്കുമ്പോൾ ഒരു പ്രതീക്ഷയുമില്ല. ഇത്രയും നാളും ജീവിച്ചത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. ഇനി മുന്നോട്ട് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ജീവിച്ചിരുന്നൊരു വലിയ കാര്യമൊന്നുമില്ലെന്ന് തോന്നിയ സമയങ്ങളുണ്ടായിരിക്കാം. കടുത്ത നിരാശയെ കൂട്ടുപിടിച്ച് മാത്രം ജീവിക്കേണ്ടുന്ന സമയങ്ങൾ. ചുറ്റുപാട് നോക്കുമ്പോൾ അന്ധകാരം മാത്രമേ ഉള്ളൂ. പ്രകാശത്തിൻ്റെ ഒരു ലക്ഷണങ്ങളും കാണുന്നില്ല. എവിടുന്നെങ്കിലും ഒരു പ്രതീക്ഷ വന്നിരുന്നെങ്കിൽ സാരമില്ല, ഞാൻ കൂടെയുണ്ട് എന്ന് ഒരു വാക്ക് ആരിൽ നിന്ന് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ച ചില സമയങ്ങളുണ്ടായിരിക്കാം. പക്ഷെ അവിടെയെല്ലാം നഷ്ടങ്ങളുടെ മനുഷ്യനായിട്ട് നമ്മൾ പലപ്പോഴും മരണത്തെപ്പറ്റി ചിന്തിച്ചു. ഈ നശിച്ച ജീവിതം ഇനി എനിക്ക് വേണ്ട എന്ന് നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ടോ? അവിടെ നിന്നെല്ലാമാണ് ദൈവം നമ്മളെ വീണ്ടും എടുത്തുകൊണ്ട് വന്നത്. അവിടെ നിന്നെല്ലാം. അതേസമയം തന്നെ ആ ചിന്തയിൽ വീണു പോയവരുണ്ട്. യൂദാസിനെ പോലെ ആ ചിന്തയിൽ വീണു പോയവരുണ്ട്. കടുത്ത നിരാശ കീഴടക്കിയപ്പോഴത്തേക്കും ജീവിതം കൊണ്ട് പലപ്പോഴും നഷ്ടങ്ങളിലേക്ക് സ്വയം തള്ളിവിടപ്പെട്ടവരുണ്ട്. അത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നിരാശയുടെ പടുകുഴിയിൽ നിന്ന് ജീവിതം അവസാനിപ്പിച്ച് കളയാം എന്ന് ചിന്തിച്ച സമയങ്ങൾ, അല്ലെങ്കിൽ അറിയാതെയെങ്കിലും ഈ നശിച്ച ജീവിതം എനിക്ക് വേണ്ട എന്ന് അറിയാതെ ചിന്തിച്ചു പോയ ആ പാപത്തിന്റെ ചിന്തയിലേക്ക് മനസ്സിനെ വിട്ടുകൊടുത്ത സമയങ്ങളെ ഓർത്ത് നമുക്ക് മാപ്പ് ചോദിക്കാം. പരമനേ വിശ്രമനാട്ടിൽ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ. പരനേ വിശ്രമനാട്ടിൽ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ. ഒട്ടും താമസം വയ്ക്കല്ലേ, നിൽപ്പാൽ ശക്തി തെല്ലുമില്ല. ഒട്ടും താമസം വയ്ക്കല്ലേ, നിൽപ്പാൽ ശക്തി തെല്ലുമില്ല. കണ്ണുനീരെന്നു മാറുമോ വേദനകൾ എന്നു തീരുമോ കണ്ണുനീരെന്നു മാറുമോ വേദനകൾ എന്നു തീരുമോ. നമുക്കിതൊക്കെ മുട്ടിമേലായിരിക്കാം. മുട്ടിമേൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയാൻ പോവുകയാണ്, ഈ മുറിവുകളെല്ലാം ദൈവമേ ക്ഷമിക്കുന്നു. ഞാൻ ക്ഷമിക്കാനായിട്ട് പോകുന്ന നിമിഷങ്ങളാണ്. ദൈവമേ ക്ഷമിക്കാനുള്ള ശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ക്ഷമിക്കാനുള്ള ശക്തി നൽകണമേ, ക്ഷമിക്കാനുള്ള ശക്തി നൽകണമേ ദൈവമേ. മനസ്സിൻ്റെ മുമ്പിൽ ക്ഷമിക്കാനുള്ള അതിൻ്റെ ശക്തിയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ബന്ധനങ്ങളെയും ദൈവമേ നീക്കി തരണമെന്ന് പ്രാർത്ഥിക്കുക. ക്ഷമിക്കാനാവാത്ത രീതിയിൽ ക്ഷമിക്കുക എന്ന് പറയുന്നത് അത് മാനുഷികമല്ല, ദൈവികമാണ്. ക്ഷമിക്കാതിരിക്കുക എന്ന് പറയുന്നത് പൈശാചികമാണ്. പിശാചിന് മാത്രമേ ക്ഷമിക്കാതിരിക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സിൽ ദൈവികത പേർന്ന ഒരു മനുഷ്യൻ ക്ഷമിക്കാൻ ബാധ്യസ്ഥനാണ്. ക്ഷമിക്കാതിരിക്കുന്ന ഒരവസ്ഥയിൽ ദൈവം പോലും നമ്മുടെ ശത്രുവായിട്ട് മാറും. പ്രതികാര ബുദ്ധി ഉള്ളിൽ തികയുന്ന സമയത്ത് ദൈവം പോലും നമ്മുടെ ശത്രുവായിട്ട് മാറും. അതിന് വ്യക്തമായ ഉദാഹരണം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ കായേൻ തന്റെ സഹോദരനായ ആബേലിനെ ഇല്ലാതെയാക്കുന്നു. ഇല്ലാതാക്കുമ്പോൾ ലോകം മുഴുവനും പറയുന്നുണ്ട് അവൻ ശപിക്കപ്പെട്ടവനാണ്, ദൈവം അവനെ ഇപ്പോൾ നിശേഷം നശിപ്പിച്ചു കളയും. അങ്ങനെ ദൈവം കായനെ നശിപ്പിക്കാനായിട്ട് വെമ്പൽ കൊണ്ട് കാത്തിരിക്കുന്ന ഒരു ജനതയുടെ പക്കലേക്ക് ശിക്ഷ നൽകാനായിട്ട് ഇറങ്ങി വരുന്ന ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്.
അങ്ങനെ ദൈവം ശിക്ഷിച്ചു കഴിയുമ്പോൾ ദൈവത്തോടൊപ്പം ചേർന്ന് കായനെ ശിക്ഷിക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരു ജനത ചുറ്റുമുണ്ട്. അവിടെ ദൈവത്തോട് കായൻ കരഞ്ഞുകൊണ്ട് പറയുന്നൊരു കാര്യം ഇതാണ്, ദൈവമേ, ഈ ലോകം മുഴുവൻ എനിക്ക് എതിരായിട്ട് മാറുന്നു, ഈ ലോകം മുഴുവൻ എന്നെ കല്ലെറിയും, ഈ ലോകം മുഴുവൻ എന്നെ ശത്രുവായിട്ട് കാണാനായിട്ട് തുടങ്ങുന്നു, അവരുടെ മനസ്സിൽ ഞാൻ പുറന്തള്ളപ്പെട്ടവനായിട്ട് മാറുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണീരൊഴുകുമ്പോഴത്തേക്കും ശിക്ഷിക്കാൻ മറന്നു പോവുകയാണ്. വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശിക്ഷിക്കാനാണ്. വന്നത് എന്തിനു വേണ്ടിയാണ്? തകർക്കാനാണ്. ആരെ തകർക്കാനാണ്? കായനെ അവൻ്റെ സന്തതിപരമായ തലമുറകളെ ഇല്ലാതാക്കാനായിട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നൊരു ദൈവം അവൻ്റെ മുമ്പിൽ വെച്ച് കായനൊന്ന് കരഞ്ഞുകൊണ്ട്, ദൈവമേ, എല്ലാവരും എൻ്റെ ചുറ്റും തിങ്ങിയിരിക്കുന്നവരെല്ലാവരും എന്നെ തള്ളിക്കളയുന്നു, എന്നെ ഉപേക്ഷിച്ച് കളയുന്നു, എന്നെ അവരിപ്പോൾ തന്നെ ഇല്ലാതെയാക്കും എന്ന് പറയുമ്പോഴത്തേക്കും ദൈവം ശിക്ഷിക്കാൻ വന്നവൻ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്, കായനെ സ്പർശിക്കുന്നവൻ്റെ തലമുറകളെ ഞാൻ ഇല്ലാതെയാക്കുമെന്ന്. കായനെതിരെ കൈകൾ ഉയർത്തുന്നവന്റെ തലമുറകളെ ഞാൻ ഇല്ലാതെയാക്കും, കായനെതിരെ കല്ലുകൾ എറിയുന്നവന്റെ തലമുറകളെ ഞാൻ ഇല്ലാതെയാക്കും. അത് ദൈവം നൽകുന്ന ഉറപ്പാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? കായൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കേണ്ടവൻ ഞാനാണ്, അതിൽ മറ്റാരും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. ഒരുവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കേണ്ടവൻ ഞാനാണ്, അതിൽ മറ്റാരും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. എന്ന് വെച്ചാൽ ചുറ്റുമുള്ള എല്ലാവരും അവരോട് ക്ഷമിച്ചിരിക്കണമെന്നാണ്. ഇന്ന് ദൈവം നമ്മളെ നോക്കി പറയുന്നൊരു കാര്യം ഇതാണ്, നിന്നോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രതികാരം ചെയ്യേണ്ടവൻ നീയല്ല, വൈരാഗ്യം സൂക്ഷിക്കേണ്ടവൻ നീയല്ല. പ്രതികാരം അത് ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. നീ എപ്പോഴെങ്കിലുമൊക്കെ നിന്നോട് തെറ്റ് ചെയ്തവരോട് പ്രതികാരം മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, വൈരാഗ്യം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ദൈവം പോലും നിനക്കെതിരായിട്ട് മാറി. ദൈവം പോലും നിന്റെ പക്ഷത്തില്ല. നേരെ മറിച്ച് ഒരു തെറ്റ്, ഒരു ജീവിതത്തിൽ ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ ഒരു ചതി ഉണ്ടാകുമ്പോൾ, കണ്ണീരിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോൾ അതെല്ലാം ഈശോയുടെ പക്കലേക്ക് സമർപ്പിച്ചിട്ട് പറയുകയാണ്, ദൈവമേ, എനിക്ക് ക്ഷമിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നീ എന്താണെന്ന് വെച്ചാൽ അത് നോക്കിക്കായി ചെയ്യാം. ഒന്നുകിൽ ദൈവം അവനെ മാനസാന്തരത്തിന് കാരണമാക്കും, അതല്ല എങ്കിൽ ദൈവം അവനെ ശിക്ഷിക്കുന്നതിന് മുന്നിൽ നിൽക്കും. എന്ന് വെച്ചാൽ ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? എന്നോട് തെറ്റ് ചെയ്യുന്നവരോട് നീ മനസ്സുകൊണ്ട് പോലും പ്രതികാരം സൂക്ഷിക്കാൻ പാടില്ല. അത് ദൈവത്തിൻ്റെ പക്കലേക്ക് നൽകേണ്ടതാണ്. ഞാൻ ക്ഷമിക്കുന്ന സമയമാണ്. ക്ഷമിക്കാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാര് തന്നെ ആയിക്കോട്ടെ, എത്രത്തോളം വലിയ മുറിവായിക്കോട്ടെ, മനസ്സിനെ കീറി മുറിച്ച് ആത്മാവിൽ വലിയ വ്രണമായിട്ട് മാറിയ മുറിവായിക്കോട്ടെ, ഈശോ ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ്, ക്ഷമിക്കുക. എന്നാത്മമിത്രങ്ങൾ പോലും എന്നുള്ളം നോവിച്ചു നാഥ, എന്നാത്മമിത്രങ്ങൾ പോലും എന്നുള്ളം നോവിച്ചു നാഥ, ചെയ്യാത്ത കുറ്റങ്ങളാലേ സ്നേഹിച്ചവരെന്നെ മുറിച്ചു, പകയില്ലാതെല്ലാം പൊറുക്കാൻ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ, ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. രണ്ട് കാര്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ, നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ എന്നിൽ കനിയണമേ, നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ക്കിടുവാൻ എന്നിൽ കനിയണമേ, ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ, ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. ആരൊക്കെയാണോ എനിക്ക് സ്നേഹം തള്ളിക്കളഞ്ഞത്, സ്നേഹം നിരാകരിച്ചു പോയ അനുഭവങ്ങൾ ഓരോന്നും, ഇനി അർഹതപ്പെട്ടത് ലഭിക്കാതെ പോയ സമയങ്ങൾ, അവയെല്ലാം ഈശോയുടെ പക്കലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
എൻ്റെ ജീവിതത്തിലെ ഇനി അകന്നു പോവുകയും എന്നെ ഭയങ്കരമായിട്ട് ഉപേക്ഷിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്ത സമയങ്ങൾ ഒരുപക്ഷെ ജോലി സ്ഥലങ്ങളിലായിരിക്കാം, എൻ്റെ ആത്മമിത്രങ്ങളായിരിക്കാം, എൻ്റെ സ്വന്തം സഹോദരങ്ങളായിരിക്കാം. ഒരുപക്ഷെ എൻ്റെ അപ്പനും അമ്മയ്ക്കും 5 or 6 സഹോദരങ്ങളെല്ലാം ഉണ്ടായിരിക്കെ ദാരിദ്ര്യത്തിൻ്റെ പേരിൽ, ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ എന്നേക്കാൾ ഉയർച്ചയിലെത്തിയ എൻ്റെ സഹോദരങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. ആ വേദന പേറിയായിരിക്കാം ഞാൻ പലപ്പോഴും ജീവിക്കുന്നത്. എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് ഞാൻ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന സമയങ്ങളുണ്ടായിരിക്കാം. കുടുംബത്തിൽ പോലും ഒറ്റപ്പെടൽ അനുഭവപ്പെട്ട സമയങ്ങൾ. അത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളെയും ഈശോയുടെ പക്കലേക്ക് സമർപ്പിച്ച് നമുക്ക് ക്ഷമിക്കാനുള്ള ശക്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സോദരർ എന്നെ പിരിഞ്ഞു, എന്റെ പെറ്റമ്മ പോലും മറന്നു. സോദരർ എന്നെ പിരിഞ്ഞു, എന്റെ പെറ്റമ്മ പോലും മറന്നു. അന്യമായൻ സ്വന്തഗേഹം ഞാൻ ആശ്രയമില്ലാതലഞ്ഞു. കരളിലെ ദുഃഖം മറയ്ക്കാൻ മാപ്പേകി സ്നേഹിപ്പാൻ തുണയേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ. എല്ലാം മറക്കാൻ വരമേകണേ. എഴുന്നേറ്റ് നിൽക്കാം. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ. എല്ലാം മറക്കാൻ വരമേകണേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാനുള്ളിൽ കനിയണമേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാനാഥ കനിയണമേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ. എല്ലാം മറക്കാൻ വരമേകണേ. ആവർത്തിച്ച് പാടാം. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ. എല്ലാം മറക്കാൻ വരമേകണേ. ഒന്നുകൂടി. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ. എല്ലാം മറക്കാൻ വരമേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ. എല്ലാം മറക്കാൻ വരമേകണേ. ഈശോ പറയുന്നൊരു കാര്യം, നിന്നെ ആശ്വസിപ്പിക്കാൻ ഞാനുണ്ട്. ഈശോ പറയുന്നു, നിന്നെ ആശ്വസിപ്പിക്കാൻ ഞാനുണ്ട്. നിന്നെ ആണിപ്പഴുതുകളിലെ മുറിവുകളിലെ വേദന നോക്കി നീ ഇനിയും സങ്കടപ്പെട്ടിരിക്കേണ്ട. കാൽവരിയിൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമുണ്ട്. ഞാൻ മതി നിനക്ക്. നിന്നെ ആശ്വസിപ്പിക്കുവാൻ എൻ്റെ കരങ്ങളുണ്ട്. നിന്റെ മനസ്സിലെ മുറിവുകൾ ഓരോന്നുമില്ലാതെ എൻ്റെ വചനങ്ങളുണ്ട്. കുരിശിൽ കിടന്നുകൊണ്ട് ആലോചിച്ച് നോക്കുക. ഈശോ കുരിശിൽ കിടക്കുകയാണ്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് എന്നെ നോക്കുന്നു. എന്നെ നോക്കിക്കൊണ്ട് ഞാൻ തുറന്ന് കേൾക്കാൻ പോകുന്ന ഗാനത്തിൻ്റെ ഇരടികൾ ആ കുരിശിൽ കിടന്നുകൊണ്ട് ദൈവം എന്നെ നോക്കി പാടുന്നതായിട്ട് വേണം ഞാൻ മനസ്സിൽ കേൾക്കാൻ. ആരും കണ്ണ് തുറക്കരുത്, ആരും കണ്ണ് തുറക്കരുത്. കണ്ണ് അടച്ച് കുരിശിൽ കിടക്കുന്ന ഈശോയെ മാത്രം മനസ്സിൽ കാണുക. എന്നിട്ട് ഞാൻ കേൾക്കേണ്ട ശബ്ദം എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദമാണ്. അതായത് ആ കുരിശിൽ കിടന്നുകൊണ്ട് എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ദൈവം, ഓസ്ട്രേലിയ നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിച്ച അതേ ദൈവം കുരിശിൽ കിടന്നുകൊണ്ട് ഇപ്പോൾ എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് പോവുകയാണ്. ആ കുരിശിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമാണ് ഈ ഗാനം ആലപിക്കുന്നത്. ആ കുരിശിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്നാണ് ഈ ശബ്ദം എൻ്റെ ചെവിയിലേക്ക് പതിക്കേണ്ടത്. ആണിപ്പഴുതിൻ ആഴം നോക്കി ആകുലമാകല്ലേ മകനേ, കദന ക്രൂശിൻ ഉയരം നോക്കി തളർന്നു നീ വീഴല്ലേ മകനേ. ഈശോ പാടുന്നു. ആണിപ്പഴുതിൻ
ആഴം നോക്കി ആകുലമാകല്ലേ മകനേ. കദന ക്രൂശിൻ ഉയരം നോക്കി തളർന്നു നീ വീഴല്ലേ മകളേ. ആരോരുമില്ലാതെ തനിയെ വിതുമ്പുമ്പോൾ മാറോടു ചേർക്കാം ഞാൻ തഴുകാം. ആരോരുമില്ലാതെ തനിയെ വിതുമ്പുമ്പോൾ മാറോടു ചേർക്കാം ഞാൻ തഴുകാം. കാൽവരി നെറുകിൽ മൃതിയുടെ ചെരുവിൽ നിണമൂർന്നു തളരല്ലേ മകനേ. ഹൃദയം മുറിയും വേദനയോടെ കൈകളാൽ പുണരാം നിന്നെ. ജീവിത വഴിയിൽ നോവിൻ മലയിൽ ഏകനായി നിൽക്കരുതേ മകനേ. ജീവൻ പകരും പുണ്യൗഷധമാ മാറോടു ചേർക്കാം ഞാൻ തഴുകാം. ജീവൻ പകരും പുണ്യൗഷധമാ മാറോടു ചേർക്കാം ഞാൻ തഴുകാം. ഈശോയുടെ മുൾമുടിയോളം വലിയ വേദനകൾ നീ ശിരസിൽ പേറിയിട്ടുണ്ടായിരിക്കാം. ഈശോയുടെ കൈകളിലെ മുറിവുകളോളം വലിയ വേദനകൾ നിന്റെ കരങ്ങളിലുണ്ടായിരിക്കാം. ഈശോയുടെ വിലാപ്പുറത്ത് കുന്തം തുളയ്ക്കപ്പെട്ടപ്പോൾ ഉണ്ടായ വേദനയോളം തുല്യമായ വേദനകൾ ഒരുപക്ഷെ നീ ഹൃദയത്തിൽ പേർന്നുണ്ടായിരിക്കാം. പക്ഷെ നീ തളർന്നു പോകരുത്. ദൈവത്തെ പോലെ ശക്തി ആർജിക്കുക. ദൈവത്തെ പോലെ ശക്തി ആർജിക്കുമ്പോൾ മാത്രമേ നിനക്ക് ക്ഷമിക്കാനാവുകയുള്ളൂ. വീണ്ടും ദൈവം നമ്മളെ നോക്കി പാടുകയാണ്. കുരിശിൽ കടന്നുകൊണ്ട് നിന്റെ കണ്ണിലേക്ക് നോക്കിയാണ് ദൈവം പാടുന്നത്. ആ ദൈവത്തിൻ്റെ ശബ്ദമാണ് നിന്റെ ചെവിയിലേക്ക് പതിക്കുന്നത്. ആ പാടും ദൈവം ആവർത്തിക്കുമ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് നീ വ്യക്തമായിട്ട് മനസ്സിലാക്കി എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണം. മുൾമുടി താഴും മുറിവുകൾ മൂലം മൂകമായി കരയല്ലേ മകനേ. വെയിലിൻ ചൂടിൻ കുരിശിൻ ഭാരം താങ്ങാതെ തളരല്ലേ മകനേ. മുൾമുടി ചൂടിൻ മുറിവുകൾ മൂലം മൂകമായി കരയല്ലേ മകളേ. വെയിലിൻ ചൂടിൻ കുരിശിൻ ഭാരം താങ്ങാതെ തളരല്ലേ മകനേ. ഈശോ പറയുന്നു, വെയിലേറ്റു വാടാതെ ചൂടേറ്റു തളരാതെ മാറോടു ചേർക്കാം ഞാൻ തഴുകാം. വെയിലേറ്റു വാടാതെ ചൂടേറ്റു തളരാതെ മാറോടു ചേർക്കാം ഞാൻ തഴുകാം. ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദത്തിന് നമുക്ക് ഒരുങ്ങാം. മുട്ടിന്മേൽ നിന്നുകൊണ്ട് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മൾ തന്നെ ഒരുക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുധരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഞാൻ ചൊല്ലിത്തരുന്ന ഒരു വിമോചന പ്രാർത്ഥനയാണ്. ആ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ഉറക്കെ ചെല്ലാം. പിതാവിൻ്റെയും പുത്രൻ്റെയും ഉറക്കെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എൻ്റെ കുടുംബത്തിലെ എല്ലാ തിന്മകളും ഇല്ലാതാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എൻ്റെ കുടുംബത്തിലെ എല്ലാ പൈശാചിക ശക്തികളും പരാജയപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാ ദുശീലങ്ങളും നീങ്ങിപ്പോകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എൻ്റെ കുടുംബത്തിലുള്ള സമാധാനമില്ലായ്മ ഇല്ലാതാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാ ബന്ധനങ്ങളും നീങ്ങിപ്പോകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എൻ്റെ കുടുംബത്തിലെ എല്ലാ പ്രതിസന്ധികളും നീങ്ങിപ്പോകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എൻ്റെ മക്കളുടെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ തിന്മകളും ഇല്ലാതാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എൻ്റെ മക്കളുടെ ശരീരത്തെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും നീങ്ങിപ്പോകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എൻ്റെ മക്കളുടെ മനസ്സിനെ ബാധിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും ഇല്ലാതാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എൻ്റെ മക്കളുടെ പഠനത്തെ ബാധിക്കുന്ന എല്ലാ പോരായ്മകളും നീങ്ങിപ്പോകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എൻ്റെ മക്കളുടെ സ്വഭാവത്തെ ബാധിക്കുന്ന എല്ലാ വൈകൃതങ്ങളും ഇല്ലാതാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എൻ്റെ മക്കളുടെ ജീവിതത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന എല്ലാ ദുശീലങ്ങളും നീങ്ങിപ്പോകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എൻ്റെ മക്കളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ ഭയപ്പാടുകളും ഇല്ലാതാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എൻ്റെ കുടുംബത്തിനുള്ളിലെ എല്ലാ മുറിപ്പാടുകളും അസ്വസ്ഥതകളും നീങ്ങിപ്പോകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എൻ്റെ കുടുംബം കടന്നു പോകുന്ന എല്ലാ നിരാശകളും ഇല്ലാതാകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ആശീർവാദത്തിൻ്റെ സമയം മുഴുവനും ഈശോയുടെ നാമം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഈശോയെ ഈശോ ഈശോയെ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ
യേശുപരാ. ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തത് ബഹുമാനപ്പെട്ട മിൻറ്റോ അച്ഛനാണ്. അച്ഛന് കുമരങ്കേരി പള്ളിയിലെ വികാരി അച്ഛനാണ് നമുക്ക് വേണ്ടി ഇന്ന് ശുശ്രൂഷ ചെയ്തത്. അച്ഛനോടൊപ്പം നമുക്ക് വേണ്ടി ഗാന ശുശ്രൂഷ ചെയ്തത് ബ്രദർ അരുൺ ആണ്. രണ്ടുപേരെയും സ്നേഹത്തോടെ നമ്മൾ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ 2 മണിക്കൂർ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ, കർത്താവിൻ്റെ കൂടെ ആയിരുന്നു കർത്താവിനെ ആരാധിക്കുവാൻ നമുക്ക് ശുശ്രൂഷ നയിക്കുവാനെത്തിയ അച്ഛനെ ഒരിക്കൽ കൂടി ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ ധ്യാന കേന്ദ്രത്തിലെ ഡയറക്ടർ അമ്മയുടെയും അതുപോലെ മദറിൻ്റെയും നമ്മുടെയൊക്കെ എല്ലാവരുടെയും വ്യക്തിപരമായ നന്ദി അച്ഛനെ ഈ സമയം അറിയിക്കുന്നു. നമ്മളെല്ലാ മാസവും ഒരു വെള്ളിയാഴ്ച നമ്മുടെ ഈ ശുശ്രൂഷ ഉണ്ടായിരിക്കും. അത് വെള്ളിയാഴ്ച നമ്മൾ അറിയിക്കും, ഏത് വെള്ളിയാഴ്ച നമ്മൾ അറിയിക്കും. അതോടെ എല്ലാവരും ഈ ശുശ്രൂഷയിലേക്ക് വീണ്ടും കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഹോളി നൈറ്റ്.